ഓക്കെ. അപ്പോൾ നമ്മളൊരു നല്ല ടീച്ചർ ആവണം എന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് കണ്ടന്റ് നോളജും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ എന്ത് ചെയ്തു, നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സും യൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്കൊരു നല്ല ടീച്ചറായി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല അല്ലേ? നമ്മൾ എടുത്തിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മുന്നിലിരിക്കുന്ന സ്റ്റുഡൻസിന് അല്ലെങ്കിൽ നമ്മുടെ മുന്നിലിരിക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് പ്രോപ്പർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടോ എന്നും കൂടെ ചെക്ക് ചെയ്യേണ്ടതുണ്ട് അല്ലേ? അതായത് നമ്മൾ പറഞ്ഞു കൊടുത്ത കണ്ടന്റ് ആ സെയിം വേയിലാണോ അവർ അബ്സോർബ് ചെയ്തിട്ടുള്ളതെന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഉറപ്പ് വരുത്തേണ്ടതുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം, എല്ലാ സ്റ്റുഡൻസിനും എന്തുണ്ടായിരിക്കും, ഓൾറെഡി പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ മൈൻഡിൽ ഓൾറെഡി സ്റ്റോർ ചെയ്തിട്ടുള്ള കുറച്ച് ഡാറ്റാസ് ഉണ്ടായിരിക്കും അല്ലെ? ഒരു പുതിയ നോളജ് അല്ലെങ്കിൽ ഒരു പുതിയ ഇൻഫർമേഷൻ അവർ കേൾക്കുമ്പോൾ അവർ എന്താ ചെയ്യുന്നത്, അവരുടെ ബ്രെയിന് ആ ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് ഡാറ്റ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ വന്നിട്ടുള്ള ഒരു പുതിയ ഡാറ്റനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. അപ്പൊ മേ ബി എന്ത് ഉണ്ടാവാം, നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരു മീനിങ് ആസ് എ ടീച്ചർ നമ്മൾ പറഞ്ഞു കൊടുത്തതിൽ നിന്നും കുറച്ച് സ്ലൈറ്റ്ലി വേരിയേഷൻ ഉള്ള ഒരു മീനിങ് ഒക്കെ അവരുടെ മൈൻഡിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കാം, ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അവർ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള ആ ഒരു കണ്ടന്റിനെ തെറ്റായ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കാം, വ്യാഖ്യാനിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെ? അപ്പൊ ആസ് എ ടീച്ചർ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ് എന്ത്, നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള കണ്ടന്റ് സെയിം മെത്തേഡിൽ തന്നെയാണോ അല്ലെങ്കിൽ സെയിം വേയിൽ തന്നെയാണോ സ്റ്റുഡൻസ് അബ്സോർബ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ കുട്ടികൾക്ക് അത്യാവശ്യം നല്ലൊരു ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട് അല്ലേ സ്റ്റുഡൻസും ടീച്ചറും തമ്മിൽ. അപ്പൊ നമുക്ക് അതൊക്കെ പോപ്പപ്പ് ചെയ്തിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ആ പ്രോപ്പർ വേല തന്നെ എന്ത് ചെയ്യണം, മനസ്സിലാവണം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള കണ്ടന്റ് പാർട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലാണോ കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ സ്റ്റുഡൻസിന്റെ ലേണിംഗ് ഒക്കെ പ്രോപ്പർ ആയിട്ടുള്ള രീതിക്കാണോ പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, വിലയിരുത്തണം അല്ലെ? അതായത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അസസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള അസസ്മെന്റ് മെത്തേഡുകളെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അസസ്മെന്റുകളെ കുറിച്ചിട്ടും ആസ് എ ടീച്ചർ നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലെ? ഫസ്റ്റ് കുട്ടികൾക്ക് അത് പ്രോപ്പർ ആയിട്ട് എത്തുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ആസ് എ ടീച്ചർ നമുക്കത് അറിഞ്ഞിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ടൂൾസും ടെക്നിക്സുകളൊക്കെ, അതായത് ഓരോ മെത്തേഡുകളും അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ കിട്ടുമ്പോഴും നമുക്ക് ഡിഫറെന്റ് ടൂൾസ് യൂസ് ചെയ്യേണ്ടി വരും അല്ലെ? അപ്പോൾ ഓരോ സിറ്റുവേഷനും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടൂൾ ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സെക്കൻഡ് സെമിസ്റ്ററിൽ ഒരു പേപ്പർ പഠിക്കാനുണ്ട്, അസസ്മെന്റ് ഫോർ ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പേപ്പറാണ് കേട്ടോ. നമുക്കറിയാം എല്ലാ പേപ്പറിലും നമുക്ക് എന്തുണ്ടായിരിക്കും, 5 ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ 5 യൂണിറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പേപ്പറിലും നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്, മെയിൻലി 5 യൂണിറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. എന്താണ് ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നത്, എന്താണ് അസസ്മെന്റ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അതായത് നമുക്ക് എന്താണ് അസസ്മെന്റ് കാര്യങ്ങളൊക്കെ അറിയണം അല്ലെ? അതായത് അതിന് പ്രോപ്പർ ആയിട്ടുള്ള മീനിങ് അറിയണം. നമുക്കറിയാം അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ വിലയിരുത്തുക അല്ലെ, അത് നമുക്കറിയാം. പക്ഷെ എന്നാലും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിനെ അറിയേണ്ടതുണ്ട് അല്ലെ? കാരണം നമ്മൾ വിലയിരുത്താൻ പോകുന്നത് ആരെയാ, സ്റ്റുഡൻസിനെയാണ് അല്ലെ? അതായത് നമ്മൾ വിലയിരുത്താൻ പോകുന്നത് ഒരു ഫ്യൂച്ചർ ജനറേഷനെയാണ്. നമ്മൾ കൊടുക്കുന്ന ഒരു റോങ് അസസ്മെന്റ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു റോങ് ഇന്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ റോങ് ഫീഡ്ബാക്ക് എന്ത് ചെയ്യാം, ആ കുട്ടികളുടെ ക്യാരക്ടറിനെ തന്നെ മാറ്റിമറിക്കുക അല്ലെ? അവരുടെ ക്യാരക്ടർ ഫോർമേഷനിലൊക്കെ ആസ് എ ടീച്ചർ നമ്മൾ കൊടുക്കുന്ന ചെറിയ ചെറിയ വാല്യൂസിന് അല്ലെങ്കിൽ ചെറിയ ചെറിയ ഫീഡ്ബാക്കിന് വളരെ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ടുള്ള അസസ്മെന്റ് എന്താണ്, അല്ലെങ്കിൽ അസസ്മെന്റ് ചെയ്യുമ്പോൾ ഒരു കുട്ടിയെ അസസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് പ്രോപ്പർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു പേപ്പർ പഠിക്കുന്നത്. ബേസിക് ഓഫ് ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് ബേസിക്സ് ഓഫ് അസസ്മെന്റ് ആണ്. പിന്നെ നമുക്ക് എന്ത് പഠിക്കാനുണ്ട്, ഒരു ക്ലാസ് റൂമിൽ നമ്മൾ എത്തിച്ചേർന്നാൽ അവിടെ എന്തൊക്കെയാണ് നമ്മൾ അസസ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് പഠിക്കാനുണ്ട്. ടൂൾസ് ആൻഡ് ടെക്നിക് ഫോർ ക്ലാസ് റൂം അസസ്മെന്റ് പഠിക്കാനുണ്ട്. അസസ്മെന്റ് പ്രാക്ടീസസ് ഇൻ ഇൻക്ലൂസീവ് ക്ലാസ് റൂം ഉണ്ട്. പ്രിവലന്റ് പ്രാക്ടീസസ് ഇൻ അസസ്മെന്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ജസ്റ്റ് പഠിച്ചു പോകാന്നുള്ള രീതിക്കല്ല, നിങ്ങളുടെ ടീച്ചിങ്ങിലും കൂടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന പേപ്പറാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേപ്പർ നിങ്ങൾക്ക് വളരെ രസകരമായിട്ടുള്ള പേപ്പർ ആയിരിക്കും. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഡെയിലി ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചിങ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രൊഫഷനുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ജസ്റ്റ് അതിനെ ഒന്ന് നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതുമായിട്ട് നിങ്ങൾക്ക് ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അതിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വളരെ
രസകരമായിട്ട് പഠിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഡീൽ ചെയ്യുന്നത്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ബേസിക്സ് ഫോർ അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബേസിക്സ് ഓഫ് അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റ് ആണ്. സിമ്പിൾ ആയിട്ട് എന്താണ് നമുക്കറിയാം അല്ലെ, നമ്മൾ അസസ്മെന്റ് എന്ന് പറഞ്ഞ ഒരു വേർഡ് കേൾക്കുന്ന പോലെ തന്നെ നമ്മുടെ ടീച്ചിങ്ങിൽ അല്ലെങ്കിൽ നമ്മുടെ ലേണിംഗിൽ നമ്മൾ കേൾക്കുന്ന വേർഡാണ് ഇവാലുവേഷൻ അല്ലെ. അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? വിലയിരുത്തുക. ഇവാലുവേഷനും ഏറെക്കുറെ ആ ഒരു മീനിങ് തന്നെയാണ് അല്ലെ. മെഷർമെന്റ് ശരിയാണ്, ഒരു ഗ്രേഡ്, ആ ഒരു പർപ്പസ് അല്ലെ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ മെഷർമെന്റ്, അസസ്മെന്റ്, ഇവാലുവേഷൻ മൂന്നും ഏറെക്കുറെ സെയിം മീനിങ് ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്താണ് പ്രോപ്പർ ആയിട്ട് മെഷർമെന്റ് എന്താണ്, അസസ്മെന്റ് എന്താണ്, ഇവാലുവേഷൻ എന്താണ്, ഇതിന്റെയൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള മീനിങ്ങും ഡെഫിനിഷനും നമുക്ക് അറിഞ്ഞിരിക്കണം. എന്തെങ്കിലും ഡിഫറൻസ് ഈ 3 ടേംസുകൾ തമ്മിൽ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം അല്ലെ. പിന്നെ നമുക്ക് എന്തറിയണം, ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സിൽ അസസ്മെന്റിന്റെ റോൾ എന്താണെന്നുള്ളത് നമുക്കറിയണം. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് അസസ്മെന്റ് പറയണം. പിന്നെ പർപ്പസ് ഓഫ് അസസ്മെന്റിലെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സ് ലേണിംഗിൽ അല്ലെങ്കിൽ ടീച്ചിങ്ങിൽ കൊണ്ടുവരുന്നത്. അപ്പൊ പർപ്പസ് എന്തായിരിക്കണം നമ്മൾ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ഗുഡ് അസസ്മെന്റ് പ്രാക്ടീസ് അല്ലെ, അതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, നമ്മുടെ ടീച്ചിങ്ങിൽ യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഒരു പാർട്ടിലെ എന്താ, എങ്ങനെ ഒരു നല്ല അസസ്മെന്റ് പ്രാക്ടീസ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നുള്ള കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ചാപ്റ്ററിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ഈ പ്രിൻസിപ്പിൾസ് ഓഫ് ഗുഡ് അസസ്മെന്റ് പ്രാക്ടീസ് ഒക്കെ. നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള അസസ്മെന്റ് പ്രാക്ടീസുകൾ നിങ്ങളുടെ ടീച്ചിങ്ങിലും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ബേസിക്സ് ഓഫ് അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് ചാപ്റ്ററിലോട്ട് പോവാം അല്ലെ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ആയിട്ട് നമുക്ക് നോക്കാനുള്ളത് എന്താണ് മെഷർമെന്റ് എന്നാണ്. നമുക്കറിയാലേ എന്താ മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ, ഒരു ടേബിൾ, നമ്മുടെ മുന്നിൽ ടേബിൾ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ടേബിളിന്റെ മെഷർമെന്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, ഒരു ടേപ്പ് എടുക്കൂലേ, എന്നിട്ട് പോയി അതിന്റെ ലെങ്ത്, ഹൈറ്റ്, വിഡ്ത്ത് ഒക്കെ മെഷർ ചെയ്യൂലേ. അതാണ് നമ്മൾ യൂസ് ചെയ്യുക. നമുക്കറിയാവുന്ന കാര്യമല്ലേ മെഷർമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ എന്തായിരിക്കും നമ്മളൊരു ഡെഫിനിഷൻ വൈസ് പറയുമ്പോൾ മെഷർമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മെഷർമെന്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ദ അട്രിബ്യൂട്ട് ഓർ ഡയമെൻഷൻ ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സം ഒബ്ജക്ട്സ് ആർ ക്വാണ്ടിഫൈഡ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില വേർഡ്സ് ഉണ്ട് അല്ലെ. മെഷർമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പ്രോസസ് ആണ് ബൈ വിച്ച് ദ അട്രിബ്യൂട്ട് ഓർ ഡയമെൻഷൻ ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സം ഒബ്ജക്ട്സ് ആർ ക്വാണ്ടിഫൈഡ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മളൊരു ടേബിളിന്റെ മെഷർമെന്റ് എടുക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ നമുക്ക് ടേബിളിനെ അളക്കാം? ഇതാണ് ടേബിൾ എന്ന് പറയാൻ നമുക്ക് പറ്റില്ല അല്ലെ. നമുക്ക് ടേബിളിനെ അളക്കുക എന്നുള്ള ഒരു പ്രോസസ്സാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് ടേബിളിനെ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. പകരം നമ്മൾ എന്താ ചെയ്യുന്നത്, അതിന്റെ ചില അട്രിബ്യൂട്ട്സില് അല്ലെങ്കിൽ അതിന്റെ കുറച്ച് വിശേഷണങ്ങൾ അല്ലെങ്കിൽ അതിന്റെ കുറച്ച് ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ അളവുകളില്, അല്ലെങ്കിൽ ചില ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ചില സവിശേഷതകളില്, അതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അളക്കുന്നതല്ലേ. അതായത് ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ മെഷർ ചെയ്യുക എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഒബ്ജക്റ്റിന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാണ്, അതിന്റെ ചില ഡയമെൻഷൻസോ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സോ അല്ലെങ്കിൽ അട്രിബ്യൂട്ട്സ് ഒക്കെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് അല്ലെ. നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ ടേബിളിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ അതിന്റെ ഡയമെൻഷൻസ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ. അതിന്റെ അളവുകൾ, അതായത് ലെങ്ത്, വിഡ്ത്ത്, ഹൈറ്റ്, അതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ മെഷർമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് ഒരു ഒബ്ജക്റ്റിന്റെ ക്യാരക്ടേഴ്സ്, അട്രിബ്യൂട്ട്, ഡയമെൻഷൻ, ക്യാരക്ടേഴ്സിനൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ക്വാണ്ടിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, അതിനൊരു വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുക അല്ലെ. അതായത് നമ്പേഴ്സ് അസൈൻ ചെയ്ത് കൊടുക്കുക, 1 2 3 4 അങ്ങനെ ഒരു വാല്യൂല് നമ്മൾ അതിനെ പുട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, മെഷർമെന്റ് എന്ന് പറയാം അല്ലെ. അതായത് നമ്മൾ പറഞ്ഞു ഇവിടെ ക്വാണ്ടിഫൈഡ് എന്നല്ലേ. അതായത് മെഷർമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒബ്ജക്റ്റിന്റെ ചില ക്യാരക്ടറിസ്റ്റിക്സിനെ അല്ലെങ്കിൽ ചില അട്രിബ്യൂട്ട്സിനെ നമ്മൾ ഒരു ക്വാണ്ടിറ്റി ആക്കിയിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റിയുടെ ടേമിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അതിനെയാണ് മെഷർമെന്റ് എന്ന് പറയുന്നത് അല്ലെ. അങ്ങനെ പറഞ്ഞാൽ എന്താ, എ പ്രോസസ് ഓഫ് അസൈനിങ് ന്യൂമറിക്കൽ വാല്യൂ ടു റെപ്രസെന്റ് ദ എമൗണ്ട് ഓഫ് അട്രിബ്യൂട്ട് ക്വാളിറ്റി പ്രസന്റ് ഇൻ ആൻ ഒബ്ജക്ട്, പേഴ്സൺ ഓർ ഈവന്റ് അല്ലെ. അതായത് എന്താ, ഒരു പേഴ്സണ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിന്, ഒരു ഈവന്റിന് അതിന്റെ ഒക്കെ ക്വാളിറ്റിയോ അല്ലെങ്കിൽ ഒരു അട്രിബ്യൂട്ടിനെയോ ഒക്കെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നമ്പർ അസൈൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, മെഷർമെന്റ് എന്ന് പറയുക. അതായത് ഇപ്പം വേറൊരു എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ, എന്നെ മെഷർ ചെയ്യണം എന്ന് പറയണം. അതായത് ഒരു പേഴ്സണിനെ നമ്മൾ മെഷർ ചെയ്യണം എന്ന് പറയണം. അപ്പൊ എങ്ങനെയാ നമ്മൾ ഒരു പേഴ്സണിനെ മെഷർ ചെയ്യുക, നോക്കിയിട്ട് ഇങ്ങനെ പറയാൻ പറ്റുമോ, ഇയാള് ഇങ്ങനെ, അങ്ങനെ പറയോ, ഇല്ല അല്ലെ. ഒരു പേഴ്സന്റെ ഫിസിക്കൽ പാർട്ടാണ് നമ്മൾ മെഷർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം,
ആളോട് നേരെ നിൽക്കാൻ പറയണം, അല്ലെ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കാൻ പറയണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ടേപ്പ് എടുത്തിട്ട് ആളെ മെഷർ ചെയ്യൂലേ, ആളുടെ ലെങ്ത്, അതേപോലെ ആളുടെ ചെസ്റ്റ് വിഡ്ത്ത്, അങ്ങനെ ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ എന്ത് ചെയ്യും, മെഷർ ചെയ്യും അല്ലെ. അപ്പോൾ ഒരു പേഴ്സണെ നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, ആളുടെ പേഴ്സണെ മെഷർ ചെയ്യുക അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ മെഷർ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യല്ല ചെയ്യുന്നത്, അവരിലുള്ള ചില ക്വാളിറ്റീസിനെ അല്ലെങ്കിൽ ഒരു അട്രിബ്യൂട്ട്സിനെ അല്ലെങ്കിൽ ചില ക്യാരക്ടറിസ്റ്റിക്സിനെ അല്ലെങ്കിൽ ഡയമെൻഷൻസിനെ ഒക്കെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. മെഷർ ചെയ്യുക എന്നുള്ളതിന് എന്താ ഉദ്ദേശിച്ച് ഒരു ന്യൂമറിക്കൽ വാല്യൂ അതിന് അവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ മെയിൻ ആയിട്ട് മെഷർമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൗ മച്ച് എ പെർട്ടിക്കുലർ ക്വാളിറ്റി or attribute present in an object, person or event ആണ് വരും. ഓക്കെ, നമ്മൾ പറഞ്ഞു മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിഫൈ ചെയ്യാണെന്നല്ലേ, അതുകൊണ്ട് തന്നെ അതെന്താണ്, ക്വാണ്ടിറ്റേറ്റീവ് ഇൻ നേച്ചർ ആണ്. നമ്മൾ ഏതൊരു മെഷർമെന്റ്, നമ്മളൊരു ഒബ്ജക്റ്റിനെ മെഷർ ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ മെഷർ ചെയ്ത് കിട്ടിയിട്ടുള്ള ആ ഒരു പാർട്ട് ഉണ്ടായിരിക്കുമല്ലോ, ആ ഒരു ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കുമല്ലോ, അതിനെ നമ്മൾ അല്ലെങ്കിൽ ആ ഒരു ക്വാണ്ടിറ്റിയെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അതിന് മെയിൻ ആയിട്ട് 2 പാർട്ടുകൾ ഉണ്ടായിരിക്കും. ഫസ്റ്റ് വൺ ക്വാണ്ടിറ്റി പാർട്ട്, അതായത് നമ്പർ പാർട്ട് ഉണ്ടായിരിക്കും. സെക്കൻഡ് വൺ യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ ടൈം ഒക്കെ നോക്കുകയാണ്, ടൈം 2 hours എന്നൊക്കെയാണ് പറയാ അല്ലെ. അങ്ങനെയാകുമ്പോൾ എന്താ 2 എന്ന് പറയുന്നതാണ് നമ്പർ പാർട്ടിലെ, അതായത് ക്വാണ്ടിറ്റി പാർട്ടാണ് 2. യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ഹവർ എന്ന് വരും അല്ലെ. വെയിറ്റ് ഒക്കെ 60 kg എന്നൊക്കെ പറയുമ്പോൾ 60 എന്നുള്ളത് ക്വാണ്ടിറ്റി പാർട്ടാണ്, kg എന്നുള്ളത് എന്താണ്, അതിന്റെ യൂണിറ്റ് ആണ് അല്ലെ, കിലോഗ്രാം അതിന്റെ യൂണിറ്റ് ആയിട്ട് വരുന്ന പാർട്ടാണ്. അപ്പൊ നമ്മൾ മെഷർമെന്റ് നോക്കുമ്പോൾ മെഷർമെന്റിന് എന്തുണ്ടായിരിക്കും, മെയിൻലി 2 പാർട്ട് ഉണ്ടായിരിക്കും, ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ യൂണിറ്റ് ഓഫ് മെഷർമെന്റും ഉണ്ടായിരിക്കും. സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് അല്ലെ, നമുക്ക് അറിയാവുന്ന ടോപ്പിക് തന്നെയാണ്, പക്ഷെ ഒന്നുകൂടി എന്ത് ചെയ്തു, സിസ്റ്റമാറ്റിക് ആയിട്ട് ഒന്ന് ഓർഗനൈസ് ചെയ്തു കേട്ടോ. അപ്പൊ നമുക്ക് എന്തറിയണം, മെഷർമെന്റ് എന്താണെന്നുള്ള മീനിങ്ങും കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടി. അടുത്തതായിട്ട് നമുക്ക് ഡെഫിനിഷൻസ് ഓഫ് മെഷർമെന്റ് അറിയണം അല്ലെ. അതായത് നമുക്കറിയാം നമ്മുടെ എക്സാം പാറ്റേൺ നോക്കുകയാണെങ്കിൽ നമുക്ക് എസ്സേ റൈറ്റിംഗ്സും കാര്യങ്ങളൊക്കെ വരാറുണ്ടല്ലേ. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ യൂസ് ചെയ്യുന്നത് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ആണല്ലേ. അപ്പൊ നമ്മളോട് മെഷർമെന്റിനെ കുറിച്ച് ഒരു എസ്സേ ഒക്കെ എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മൾ സിനോപ്സിസ് ചെയ്തും ഫസ്റ്റ്, പിന്നെ ഇൻട്രൊഡക്ഷൻ പാർട്ട് ചെയ്തു അല്ലെ. ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന മീനിങ് ആൻഡ് ഡെഫിനിഷൻസ് ഓഫ് എന്ന് പറഞ്ഞിട്ടാണല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് മെഷർമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ ഡെഫിനിഷൻസ് കൂടെ നമ്മൾ പഠിക്കല് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലേ. അപ്പൊ ഡെഫിനിഷൻ നോക്കാം കേട്ടോ. ജെയിംസ് എം ബ്രോഡ്ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻ ആണ് വരുന്നത്. അസൈനിങ് ന്യൂമറിക്കൽ വാല്യൂ ടു ഒബ്ജെക്ട്, പേഴ്സൺ ഓർ ഈവന്റ് അക്കോർഡിംഗ് ടു സർട്ടൻ വെൽ എസ്റ്റാബ്ലിഷ്ഡ് റൂൾ സോ ആസ് ടു റെപ്രസെന്റ് ദ എമൗണ്ട് ഓഫ് ക്വാളിറ്റീസ് ഓർ അട്രിബ്യൂട്ട്സ് പ്രസന്റ് ഇൻ ദം അല്ലെ. എന്താണ് പറയുന്നത്, മെഷർമെന്റ് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാലേ, ഒന്നുകൂടി ഒന്ന് ഓർഗനൈസ് ചെയ്തിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. എന്താണ് മെഷർമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്, ഒരു ഒബ്ജക്റ്റിലുള്ള അല്ലെങ്കിൽ ഒരു പേഴ്സണിലുള്ള മെഷർമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അവരിലുള്ള ചില ക്വാളിറ്റീസിനെ അല്ലെങ്കിൽ അട്രിബ്യൂട്ട്സിനെ ഒക്കെ ഓൾറെഡി പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള കുറച്ച് റൂൾസ് യൂസ് ചെയ്തിട്ട് അതിനൊരു ന്യൂമറിക്കൽ വാല്യൂ അസൈൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മെഷർമെന്റ് എന്ന് പറയാറ്. അപ്പൊ ഇതിലൊരു പുതിയ ടേം വന്നൂല്ലേ, ഏതാ നമ്മൾ ഇതിനു മുമ്പ് പറയാത്തൊരു പ്രീ ഡിറ്റർമിൻഡ് റൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം വന്നൂല്ലേ. അപ്പൊ നമുക്ക് അതെന്താണെന്നും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം. അതായത് ഓൾറെഡി വെൽ എസ്റ്റാബ്ലിഷ്ഡ് റൂൾ എന്നൊക്കെ വന്നില്ലേ, അപ്പൊ അതെന്താണ് എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യണം, നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലെ. നമുക്ക് ഈ ഒരു ഡെഫിനിഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് 3 ആസ്പെക്ട് ഉണ്ട്. അതായത് ഈ ഒരു ഡെഫിനിഷനിൽ നിന്നും നമുക്ക് അതിനെ 3 പാർട്ടായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, തിരിക്കാൻ പറ്റും. ഓക്കെ, എന്താ ഫസ്റ്റ് പാർട്ട് എന്താ പറയുന്നത്, assigning numerical value to object, persons or event according to certain well-established rules so as to represent the amount of qualities or attribute present in them. Amount of qualities or attribute. അതായത് ഫസ്റ്റ് ആ ഒരു സെന്റൻസിൽ നമുക്ക് കിട്ടൂല എന്താ, we cannot measure any object, person or event, only the attribute present in them could be measured. അല്ലെ, നമുക്ക് ഒരു പേഴ്സണിനെ മെഷർ ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ടേബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ മെഷർ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ മെഷർ ചെയ്യാൻ പറ്റൂല അല്ലെ. നമുക്ക് ആകെ പറ്റുന്ന കാര്യം എന്താ, അതിന്റെ ചെറിയ ഡയമെൻഷൻ അല്ലെങ്കിൽ അതിന്റെ അട്രിബ്യൂട്ട് അല്ലെങ്കിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. നമ്മൾ ആ ഒബ്ജക്റ്റിനെ മെഷർ ചെയ്തു എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടെ നമ്മൾ ആക്ച്വലി മെഷർ ചെയ്യുന്നത് എന്താണ്, അതിന്റെ അട്രിബ്യൂട്ടിനെയാണ്. ഓക്കെ, സെക്കൻഡ് വൺ ആയിട്ട് വരുന്നതാണ് ദ പ്രോസസ് ഓഫ് മെഷർമെന്റ് ഇൻവോൾവ് അസൈനിങ് ന്യൂമറിക്കൽ വാല്യൂ ടു റെപ്രസെന്റ് ഹൗ മച്ച് എ പെർട്ടിക്കുലർ അട്രിബ്യൂട്ട് ഈസ് പ്രസന്റ് ഇൻ ദ ഒബ്ജക്ട്, പേഴ്സൺ ഓർ ഇവന്റ് അല്ലെ. എന്താ ഈ മെഷർമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രോസസ്സ് ഈ ഒരു നമ്മൾ പറഞ്ഞ അട്രിബ്യൂട്ട് അല്ലെങ്കിൽ ക്വാളിറ്റീസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആക്ച്വലി മെഷർ ചെയ്യുന്നത്. ആ ഒരു മെഷർമെന്റിനെ ഒരു ന്യൂമറിക്കൽ വാല്യൂ അസസ് ചെയ്യും.
ന്യൂമറിക്കൽ വാല്യൂ കൊടുക്കുകയാണ് എന്ത് ഈ ഒരു മെഷർമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് മെയിൻ ആയിട്ട് ചെയ്യുന്നത് എന്നാണ് അതിന്റെ സെക്കൻഡ് ആസ്പെക്റ്റിൽ പറയുന്നത്. ഇനി അതിന് ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് തേർഡ് ആയിട്ട് കിട്ടൂലേ, നമ്മൾ പറഞ്ഞു ഇതിന് മുമ്പുള്ള ഡെഫിനിഷൻ അല്ലെങ്കിൽ ഇതിനുള്ള മീനിങ് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറയാത്ത ഒരു പാർട്ടാണ് അല്ലെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് റൂൾ എന്നുള്ളത്. എന്താ ഈ വെൽ എസ്റ്റാബ്ലിഷ്ഡ് റൂൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ക്ലിയർ ആയില്ല അല്ലെ, അത്രക്കങ്ങ് ക്ലിയർ ആയില്ലേ? എന്തായിരിക്കും അവർ അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്? Previously established rules are to be followed for assigning numerical value to represent how much a particular attribute is present. പ്രീവിയസ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള കുറച്ച് റൂൾസിനെ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഒരു ഒബ്ജക്റ്റിന്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റിയെ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ നമ്മൾ ന്യൂമറിക്കൽ വാല്യൂ അസൈൻ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെയുള്ള കുറച്ച് റൂൾസിനെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പൊ നമുക്ക് വലിയ ക്ലിയർ ആയില്ല അല്ലെ, എന്താ അങ്ങനെ പറഞ്ഞാല്? സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ ഒരു ടേബിളിനെ നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കെയില് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. സ്കെയില് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം എന്താ? ഓൾറെഡി പ്രീ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അല്ലെ. ഇത്ര ലെങ്ത് എന്ന് പറഞ്ഞാൽ 1 സെന്റിമീറ്റർ ആണ്. അതെന്താണ്? നമുക്ക് പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു റൂൾ ആണ് അല്ലെ. ഇത്ര സെന്റിമീറ്റർ ഇത്ര ഒരു ലെങ്ത് എടുക്കുമ്പോൾ അത് 1 സെന്റിമീറ്റർ ആണ്. അത് ഓൾറെഡി എന്തായിട്ടുണ്ട്? എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു ലെങ്ത് വെച്ചിട്ട് അതാണ് 1 സെന്റിമീറ്റർ, അത് ഒന്നുകൂടെ ആഡ് ചെയ്ത് 2 സെന്റിമീറ്റർ ആവും. ആ ഒരു ലെവലിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? സ്കെയിൽസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെ. അങ്ങനെ ഓരോ കാര്യത്തിനും നമ്മൾ എന്താണോ മെഷർ, ഇനിയിപ്പോ കിലോഗ്രാം, ഒരു കിലോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര ഗ്രാമാണ് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിട്ടുള്ള റൂളാണ് അല്ലെ. ആ റൂൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമുക്ക് മെഷർ ചെയ്യേണ്ട ഒബ്ജക്റ്റിന്റെ അട്രിബ്യൂട്ടിനെയും കാര്യങ്ങളെയൊക്കെ ന്യൂമറിക്കൽ വാല്യൂ ആയിട്ട് അസൈൻ ചെയ്ത് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തുണ്ടായിരിക്കും എന്നാ പറയുന്നത്? ഓൾറെഡി പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ചില റൂൾസ് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഫോളോ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഒറ്റ ഡെഫിനേഷൻ, സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനേഷൻ ആണല്ലേ, പക്ഷെ അതിന്റെ ഉള്ളിൽ ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് ഇത്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ അറിയാണ്ട്, നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് മെഷർമെന്റ് ആണ്. നമ്മളിപ്പോ മീനിങ് ഓഫ് മെഷർമെന്റ് പഠിച്ചു, അതുപോലെ തന്നെ എന്താ ഡെഫിനിഷൻ ഓഫ് മെഷർമെന്റ് പഠിച്ചു. നെക്സ്റ്റ് യൂഷ്വലി വരാറുള്ള പോലെ തന്നെ ടൈപ്സ് ഓഫ് മെഷർമെന്റ് ആണ് വരുന്നത്. ടൈപ്സ് ഓഫ് മെഷർമെന്റ് എന്ന് പറയുമ്പോൾ 3 ടൈപ്പാണ് വരുന്നത്: ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, റിലേറ്റീവ്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം? എക്സാമ്പിൾസ് വെച്ചിട്ട് നോക്കാം. ഓക്കെ, ഡയറക്റ്റ് മെഷർമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ് ഓഫ് മെഷർമെന്റ് ആണ്. അതിന് എന്താ ചെയ്യുന്നത്? നമുക്ക് മെഷർ ചെയ്യേണ്ട ക്വാളിറ്റി അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഏതാണോ അത് എന്ത് ചെയ്യാണ്? നമ്മളിപ്പോ പറഞ്ഞില്ലേ, കുറച്ച് ടൂൾസ്, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടൂൾസ് യൂസ് ചെയ്തിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ്, നമ്മൾ എന്ത് ചെയ്യാണ്? മെഷർ ചെയ്തെടുക്കുകയാണ്. പക്ഷെ അതിൽ എന്തുണ്ടായിരിക്കില്ല? ഇക്വേഷൻസ് പുട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാൽക്കുലേഷൻസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ചെയ്യാനുണ്ടായിരിക്കില്ല. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ, ടേബിൾ തന്നെ ആയിരിക്കട്ടെ. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞു, ഇതുവരെ പറഞ്ഞ ടേബിൾ തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. ആ ടേബിളിനെ മെഷർ ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ ഹൈറ്റ് മെഷർ ചെയ്യൂലേ. ഹൈറ്റ് മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്തത് എന്താ? സ്കെയിൽ അല്ലെങ്കിൽ ഒരു ടേപ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മൾ മെഷർ ചെയ്യൂലേ. നമ്മൾ അവിടെ എന്തെങ്കിലും കാൽക്കുലേഷൻ നടത്തിയോ? അതായത് x+y=, അങ്ങനെ എന്തെങ്കിലും ഇക്വേഷനോ ഫോർമാറ്റ് അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ സോൾവ് ചെയ്തിട്ടാണോ നമുക്ക് അത് കിട്ടിയത്? അല്ല അല്ലെ. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടൂൾ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? മെഷർ ചെയ്തു. അപ്പൊ അങ്ങനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടൂൾ യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ ഡയറക്റ്റ് മെഷർമെന്റ് എന്ന് പറയാം. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല അല്ലെ. ചില കാര്യങ്ങൾ, അതായത് ലൈറ്റ്, സൗണ്ട്, ഹീറ്റ്, കോൾഡ്, അങ്ങനെയുള്ള ചില എഫക്റ്റുകൾ, അങ്ങനെയുള്ള കുറച്ച് നമ്മൾ യൂഷ്വലി കാണപ്പെടുന്ന കുറച്ച് കാര്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ നിങ്ങൾ വിചാരിക്കും സൗണ്ട് ഒക്കെ ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാലോ വിചാരിക്കില്ലേ. പക്ഷെ സൗണ്ടിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ സൗണ്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യുന്നില്ല. സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൗഡ്നെസ് അല്ലെങ്കിൽ അതിന്റെ ആംപ്ലിറ്റ്യൂഡ്, അതൊക്കെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് അല്ലേ. അതായത് ആ ഒരു പെർട്ടിക്കുലർ ഫിനോമിന, ആ ഒരു പെർട്ടിക്കുലർ സംഭവത്തിന്റെ ചില ക്വാളിറ്റീസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില എഫക്റ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെഷർ ചെയ്യുന്നത് അല്ലെ. പിച്ച് അങ്ങനെയൊക്കെ പറയില്ലേ, സൗണ്ടിന്റെ കേസിൽ പിച്ച് നമ്മൾ മെഷർ ചെയ്യും, അതുപോലെ അത് എത്രത്തോളം ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് അല്ലെ. ഇനിയിപ്പോ ഹീറ്റിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഹീറ്റിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു തെർമോമീറ്റർ യൂസ് ചെയ്തിട്ട് ഹോട്ട്നെസ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത് അല്ലേ. അതായത് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഫക്റ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെഷർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്? മെത്തേഡ് ഓഫ് മെഷർമെന്റ് ഇൻ വിച്ച് വാല്യൂ ഓഫ് എ ക്വാണ്ടിറ്റി ഈസ് മെഷേർഡ് ത്രൂ ദ എഫക്ട് ദേ പ്രൊഡ്യൂസ്ഡ്. അതായത് അവ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയെ നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില എഫക്റ്റുകളെ നമ്മൾ മെഷർ ചെയ്യുക. ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയാം.
ഡയറക്റ്റ് മെത്തേഡ് ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു അതേ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അപ്രോപ്രിയേറ്റ് ടൂൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാം. ഇൻഡയറക്റ്റ് മെഷർമെന്റ് എന്താ, ചില കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ചില എഫക്ട്സിനെ നമ്മൾ മെഷർ ചെയ്തെടുക്കും അല്ലെ. ഇനി തേർഡ് വൺ ആയിട്ട് വരുന്നത് എന്താ, റിലേറ്റീവ് മെഷർമെന്റ് അല്ലെ. നമ്മൾ എഡ്യൂക്കേഷനിലൊക്കെ നോക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പേഴ്സന്റെ ഇന്റലിജൻസ് ഒക്കെ ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇന്റലിജൻസ് ഒക്കെ നോക്കുമ്പോൾ എന്താ പ്രത്യേകത, നമുക്കതിനെ ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഇൻഡയറക്റ്റ് ആയിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എഫക്റ്റുകൾ, നമ്മൾക്ക് ഇന്റലിജൻസിന്റെ ഒക്കെ എഫക്റ്റുകൾ നമ്മൾ അത്രയും ആളെ ഒബ്സർവ് ചെയ്ത് നിൽക്കണം അല്ലെ. അത്രയും ടൈമൊന്നും നമുക്ക് കൺസ്യൂം ചെയ്യാനൊന്നും ഉണ്ടായിരിക്കില്ല അല്ലെ. അത്രയും ടൈം ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാണ് നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട് ഇന്റലിജൻസ് പോലെയുള്ള. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, റിലേറ്റീവ് ആയിട്ട് നമ്മൾ അതിനെ മെഷർ ചെയ്യും. അതായത് ഒരാളെ ഇന്റലിജൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒരാളുടെ അല്ലെങ്കിൽ ആ സെയിം ഇതിലുള്ള ഒരു പേഴ്സന്റെ ക്വാണ്ടിറ്റി ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ മെഷർ ചെയ്യും. അങ്ങനെയുള്ള മെഷർമെന്റിനെയാണ് റിലേറ്റീവ് മെഷർമെന്റ് എന്ന് പറയും. അതായത് വാല്യൂ ഓഫ് എ ക്വാണ്ടിറ്റി ടു ബി മെഷർഡ് ഈസ് കമ്പയർഡ് വിത്ത് നോൺ വാല്യൂ ഓഫ് ദ സെയിം ക്വാണ്ടിറ്റി ഓർ അതർ ക്വാണ്ടിറ്റി പ്രാക്ടിക്കലി റിലേറ്റഡ് ടു ദ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമുക്ക് മെഷർ ചെയ്യേണ്ട ഒരു സംഭവത്തിന്റെ മെഷർമെന്റ് എടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ആ സെയിം ആ ഒരു നമുക്ക് എന്താണ് മെഷർ ചെയ്യേണ്ടത് അതിന്റെ സെയിം രീതിക്ക് നിൽക്കുന്ന വേറൊരു ഒബ്ജക്റ്റ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ കമ്പയർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ മെഷർമെന്റ് എടുക്കുക. അതിനെയാണ് റിലേറ്റീവ് മെഷർമെന്റ് എന്ന് പറയുന്നത്. ടൈപ്പ് ഓഫ് മെഷർമെന്റ്, ടൈപ്സ് ഓഫ് മെഷർമെന്റ് 3 ടൈപ്പ് ആണുള്ളത്: ഡയറക്റ്റ് മെഷർമെന്റ്, ഇൻഡയറക്റ്റ് മെഷർമെന്റ്, റിലേറ്റീവ് മെഷർമെന്റ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഡൗട്ട് കാര്യങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എഡ്യൂക്കേഷണൽ മെഷർമെന്റ് ആണ്. ഇങ്ങനെ ഒരു പാർട്ട് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്തുകൊണ്ടായിരിക്കും, അത്ര ഇമ്പോർട്ടൻസ് അതിനുള്ളത് കൊണ്ടായിരിക്കും അല്ലെ. എഡ്യൂക്കേഷണൽ മെഷർമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മുടെ എഡ്യൂക്കേഷനിൽ വരുന്ന മെഷർമെന്റ്സുകളിലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ പറഞ്ഞില്ലേ, ഒരു മെഷർമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടേബിളിന്റെ മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ലെങ്ത് എടുക്കുക, വിഡ്ത് എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളില്ലേ. അങ്ങനെയാണെങ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫീൽഡിൽ എന്തായിരിക്കും മെഷർമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള മാർക്ക് എടുക്കുക, അവർ കാണിക്കുന്ന ബിഹേവിയേഴ്സ് എടുക്കുക, അതായത് അവർ കാണിക്കുന്ന കോകരിക്കുലർ ആക്ടിവിറ്റീസിൽ അവർ കാണിക്കുന്ന ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ മെഷർ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത് അല്ലെ. അപ്പോൾ നമ്മൾ അതിന് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, പ്രോപ്പർ ആയിട്ട് അറിഞ്ഞിരിക്കണം. നമ്മൾ ആസ് എ ടീച്ചർ നമ്മൾ എഡ്യൂക്കേഷനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അതായത് അതാണ് നമ്മുടെ ഫീൽഡ്. അപ്പൊ അതിലുള്ള മെഷർമെന്റ് എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യിക്കണം, പ്രോപ്പർ ആയിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ എഡ്യൂക്കേഷണൽ മെഷർമെന്റിന്റെ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നതാണ് നോ ഡെഫിനിറ്റ് സീറോ മെഷർ. എഡ്യൂക്കേഷണൽ മെഷർമെന്റിൽ എന്തില്ല, സീറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെഷർ ഇല്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ഇപ്പൊ നമ്മൾ പറയാണ് ഒരു കുട്ടിക്ക് മാത്സിൽ എന്ത് ചെയ്തു, ഒരു എക്സാം നടത്തി, നമ്മൾ പറഞ്ഞില്ലേ എഡ്യൂക്കേഷണൽ മാർക്കൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്റ്റുഡന്റിനെ മെഷർ ചെയ്യാന്ന് പറഞ്ഞില്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു കുട്ടിയെ ഒരു എക്സാമിൽ കിട്ടിയിട്ടുള്ള ഒരു മാർക്ക് നമ്മൾ നോക്കി, ആൾക്ക് എന്താണ്, ആ ഒരു എക്സാമിൽ ആൾക്ക് 0 മാർക്കാണ്. അപ്പൊ നമുക്ക് അറിയാൻ പറ്റുമോ, ആ കുട്ടിക്ക് മാത്സിൽ ഒന്നും അറിയില്ല, ആ കുട്ടിക്ക് ആഡ് ചെയ്യാൻ അറിയില്ല, നമ്പേഴ്സ് അറിയില്ല, ഒന്നും അറിയില്ല, ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം അറിയില്ല, ആൾക്ക് മാത്സിനെ കുറിച്ചിട്ടുള്ള അറിവെന്ന് പറഞ്ഞാൽ 0 ആണ്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ, ഇല്ല അല്ലെ. കാരണം എന്തായിരിക്കും, മേ ബി ആ കുട്ടി ആ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അങ്ങനെയാകുമ്പോൾ ആ കുട്ടിക്ക് എന്ത് ചെയ്യും, പ്രോഗ്രസ് റിപ്പോർട്ട് വരുമ്പോൾ 0 എന്നുള്ള മാർക്ക് വരാം. മേ ബി ആ കുട്ടിക്ക് എന്തെങ്കിലും അസുഖമോ കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായിട്ടുണ്ടായിരിക്കാം, ആള് കുറച്ച് ഡൾ ആയതുകൊണ്ട് വിചാരിച്ച പോലെ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല, പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരിക്കില്ല. അപ്പൊ അങ്ങനെ കുറെ സിറ്റുവേഷൻ അനുസരിച്ച് വന്നിട്ടുള്ള ചേഞ്ചസ് ആയിരിക്കും അല്ലെ അത്. അങ്ങനെ പെട്ടെന്ന് മാർക്ക് കുറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എന്ത്, ആൾക്കൊന്നും അറിയില്ല, ബേസ് പോലും അറിയില്ല എന്ന് പറയാൻ പറ്റില്ല അല്ലെ. ഒരൊറ്റ മാർക്കിന് അല്ലെങ്കിൽ ഒരു ഗ്രേഡിനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആൾക്ക് അതിലുള്ള അറിവ് 0 ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് എഡ്യൂക്കേഷൻ മെഷർമെന്റ് നമ്മൾ നോക്കുമ്പോൾ അവിടെ 0 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെഷർ ഇല്ല. ഓക്കെ, ഒന്നും അറിയില്ല എന്നുള്ള ഒരു കാര്യം അവിടെ ഇല്ല, അപ്പൊ എന്തോന്നും അറിയാം, അതാണ്. അതായത് ഒരു പെർട്ടിക്കുലർ മാർക്ക് മാത്രം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരാളെ വിലയിരുത്താൻ വേണ്ടിയിട്ട് പറ്റില്ല. മെഷർമെന്റ് ഇൻ എഡ്യൂക്കേഷൻസ് ആർ നോട്ട് പ്രിസൈസ് ആൻഡ് അക്യുറേറ്റ്. അതായത് ഒരു എക്സാമിൽ ഒരു 0 മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്, ആൾക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്നാണ് അത് ഉദ്ദേശിക്കുന്നതെന്നല്ല. അതെന്തല്ല, സിംപ്ലി റിലേറ്റീവ് മെഷറാണ്. അതായത് എന്താ, നമുക്ക് ഒരു മാർക്ക് 0 ആയെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ ആളെ കുറിച്ചിട്ട് അങ്ങനെ ഒരു ഫീഡ്ബാക്ക് നമ്മൾ കൊടുക്കാറില്ല. യൂഷ്വലി എന്ത് ചെയ്യാം, മേ ബി സിറ്റുവേഷൻസിനനുസരിച്ചായിരിക്കും മുന്നിട്ടുള്ളത് എന്നുള്ള ഒരു കൺസേണിലായിരിക്കും നമ്മൾ അതിനെ നോക്കിക്കാണാം. അതായത് എഡ്യൂക്കേഷൻ മെഷർമെന്റ് നമ്മൾ നോക്കുമ്പോൾ അതിന് 0 എന്ന് പറഞ്ഞിട്ട് ഒരു മെഷർമെന്റ് ഇല്ല. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നതാണ് യൂണിറ്റ് ആർ നോട്ട് ഓഫ് ഈക്വൽ ഇന്റർവൽ.
അതായത് നമ്മൾ ഇപ്പോൾ ബാക്കിയുള്ള ഒരു ലെങ്ത് ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയില്ലേ സെന്റിമീറ്റർ, ഒരു സെന്റിമീറ്റർ, അതേ ലെങ്ത് തന്നെയാണ് 2 സെന്റിമീറ്റർ ആകുമ്പോൾ ആഡ് ചെയ്യേണ്ടത്. അങ്ങനെയല്ലേ, ഒരു പ്രിസൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഈക്വൽ ആയിട്ടുള്ള ഇന്റർവൽസുകളാണ് വരിക അല്ലെ. പക്ഷെ എഡ്യൂക്കേഷന്റെ കേസിൽ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാ, the mark obtained by students in different subjects of study as well as the mark obtained by the students in the same subject studying different sections could not be compared അല്ലെ. അതായത് നമുക്ക് ഒരു സ്റ്റുഡൻസ് ഒരു സ്റ്റുഡന്റിന് എന്താ പറയാ, ഒരു സ്റ്റുഡന്റിന് ഇംഗ്ലീഷിന് നല്ല മാർക്ക് സ്കോർ ചെയ്തെന്ന് വിചാരിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ആൾക്ക് മാത്സിലും അതേ സെയിം സംഭവം ഉണ്ട് എന്നുള്ളത് അല്ലെ. അതായത് ഒരു കാര്യത്തിൽ ഒരു സബ്ജക്റ്റിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു മാർക്കിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിൽ നമുക്ക് ബാക്കിയുള്ള സബ്ജക്റ്റുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആളെ വിലയിരുത്താൻ വേണ്ടിയിട്ട്, അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല അല്ലെ. ആൾക്ക് രണ്ടിലും രണ്ട് മെഷർമെന്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ രണ്ട് രീതിക്കായിരിക്കും ആൾ എന്ത് ചെയ്യുന്നത് വരുന്നത്. സംഭവം ഒരാൾ തന്നെയാണല്ലേ, പക്ഷെ സബ്ജക്റ്റുകൾ മാറിപ്പോയാലും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, അതാണ് യൂണിറ്റ് ആർ നോട്ട് ഓഫ് ഈക്വൽ ഇന്റർവൽ എന്നുള്ള പാർട്ടിൽ പറയുന്നത് കേട്ടോ. തേർഡ് വൺ ആയിട്ട് വരുന്നതാണ് ടെസ്റ്റ് ഇൻ എഡ്യൂക്കേഷൻ മെഷേഴ്സ് ഓൺലി ദ എക്സ്പ്രസ്ഡ് ട്രേറ്റ് ഓർ അട്രിബ്യൂട്ട്സ് അല്ലെ. അതായത് നമ്മളൊരു ടെസ്റ്റ് നടത്താന്ന് പറയാം, അതായത് ഒരു എക്സാം നടത്താന്ന് വിചാരിക്കുക. അതിനെന്താ എഡ്യൂക്കേഷൻ മെയിൻലി എന്താ അവർ മെഷർ ചെയ്യുന്നത്, ആൾ എന്താണോ എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്, നമുക്ക് ആളുടെ മൈൻഡിലുള്ളത് നമ്മൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല അല്ലെ, അല്ലെങ്കിൽ ആള് അങ്ങനെ ആയിരിക്കും ആള് ചിന്തിക്കുന്നതെന്നൊന്നും നമ്മൾ വിചാരിക്കുന്നില്ല, അല്ലെങ്കിൽ ആൾക്ക് അതിനെ കുറിച്ച് മൈൻഡിൽ അറിയണ്ടായിരിക്കും. മേ ബി ആള് എക്സാം പേപ്പറിൽ എഴുതിയിട്ടില്ല, അങ്ങനെയൊന്നും നമ്മൾ അതിനെ കൺസിഡർ ചെയ്യില്ല അല്ലെ. ആൾ എന്താണോ എക്സ്പ്രസ് ചെയ്യുന്നത് അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആളെ മെഷർ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ടെസ്റ്റ് ഇൻ എഡ്യൂക്കേഷൻ മെഷേഴ്സ് ഓൺലി ദ എക്സ്പ്രസ്ഡ് ട്രേറ്റ് ഓർ അട്രിബ്യൂട്ട്സ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താ, ഇൻ എഡ്യൂക്കേഷൻ അട്രിബ്യൂട്ട്സ് ആർ നോട്ട് directly measured, only the effect of attribute or behavior are measured. ഇപ്പൊ പറഞ്ഞിട്ടുള്ള സെയിം കണ്ടീഷൻ തന്നെയാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരാളെ ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. ആൾ എന്താണ് ആളുടെ ബിഹേവിയറൽ ചേഞ്ചസ് ഒക്കെ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ആൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് അട്രിബ്യൂട്ട്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ആളെ മെഷർ ചെയ്യുക അല്ലെ. അതായത് എക്സാമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരാളുടെ മെമ്മറി പവർ ഒക്കെ നമ്മൾ എന്ത് ചെയ്യാൻ മെഷർ ചെയ്യുക, ആളെ കണ്ടിട്ട് അപ്പൊ നല്ല മെമ്മറി ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, അങ്ങനെയാണോ, അല്ല അല്ലെ. ആളോട് എന്ത് ചെയ്യും, നമ്മള് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും, ആൾ അതിന് ആൻസർ ഒക്കെ പറയുന്നുണ്ടോ നോക്കും, റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കും. അങ്ങനെ ആൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ ആൾ കാണിക്കുന്ന ആ ഒരു ബിഹേവിയറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അട്രിബ്യൂട്ട്സും കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യുന്നത്. അല്ലാതെ അത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, ഒരാളെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, എഡ്യൂക്കേഷണൽ മെഷർമെന്റ് ഈസ് എ മീൻസ് ആൻഡ് നോട്ട് ആൻ എൻഡ് ഇറ്റ്സെൽഫ്. ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, എഡ്യൂക്കേഷണൽ മെഷർമെന്റ് ഈസ് എ മീൻസ് നോട്ട് ആൻ എൻഡ് ഇറ്റ്സെൽഫ് അല്ലെ. അതായത് നമ്മൾ എഡ്യൂക്കേഷനിൽ ഒരു സ്റ്റുഡൻസിനെ മെഷർ ചെയ്തു, അതെന്തല്ല ഒരിക്കലും ഒരു അവസാനമൊന്നും അല്ല അല്ലെ, അതെന്താണ് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാണ്, ഒരു സ്റ്റുഡന്റ് ഒരു 50 മാർക്സ് സ്കോർ ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ആൾക്ക് 50 മാർക്സ് മാത്സിൽ, അതാണ് ആളുടെ ഫൈനൽ, അല്ലെങ്കിൽ അതാണ് ആളുടെ എൻഡ് എന്നുള്ള രീതിക്ക് നമുക്ക് പറയാൻ പറ്റുമോ, ഇല്ല അല്ലെ. അത് എന്തായിട്ട് എടുക്കാം, നമ്മൾ അതിനൊരു പോസിറ്റീവ് വേയിലാണ് എഡ്യൂക്കേഷൻ മെഷർമെന്റിൽ എന്ത് ചെയ്യുന്നത്, അതിനെ വ്യൂ ചെയ്യുന്നത് അല്ലെ. നമ്മൾ എന്ത് ചെയ്യും, ആളുടെ ഗോൾ അതല്ല, ആൾക്ക് വേണ്ടിയിരുന്നത് ഒരു 65 മാർക്സ് സ്കോർ ചെയ്യണം എന്നായിരുന്നു. അപ്പൊ ആൾ എന്ത് ചെയ്യും, അസസ് ചെയ്യില്ലേ, സെൽഫ് അസസ്മെന്റ് നടത്തും, അതുപോലെ ടീച്ചറും ആൾ അസസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ആൾ ഉദ്ദേശിച്ച ആ ഒരു ലെവലിൽ എത്തണമെന്നുണ്ടെങ്കിൽ എന്തുണ്ട്, 25 മാർക്സ് വരെ കിട്ടേണ്ടതുണ്ട്. അങ്ങനെ ഒരു എന്ത് ചെയ്യാൻ പറ്റും, അസസ്മെന്റ് വെക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു കാര്യങ്ങൾ ഇത്രയും കൂടെ ഞാൻ എഫേർട്ട് എടുക്കാം, സ്റ്റുഡൻസിന് തന്നെ സെൽഫ് അസസ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, എനിക്ക് ഇത്രയും കൂടെ ഇത്ര മാർക്ക് കിട്ടിയിട്ടുള്ളൂ, അപ്പൊ ഞാൻ കുറച്ചുകൂടെ നല്ല രീതിക്ക് പഠിച്ചാലേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഞാൻ ഉദ്ദേശിച്ച ഗോളിൽ എത്താൻ പറ്റുള്ളൂ, ആ ഒരു ലെവലിലാണ് വരിക അല്ലെ. അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷണൽ മെഷർമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു അവസാനമായിട്ടല്ല കണക്കാക്കുന്നത്, അത് ഒരു പുതിയൊരു ഗോളിലോട്ടുള്ള ഒരു മീൻസ് ആയിട്ട്, ഒരു വേ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എഡ്യൂക്കേഷണൽ മെഷർമെന്റിനെ കൺസിഡർ ചെയ്യുന്നത്. നമ്മളിപ്പോ ബാക്കിയുള്ള മെഷർമെന്റ് നോക്കുക, ഒരു ടേബിളിന്റെ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞൂല്ലേ, ടേബിളിന്റെ ലെങ്ത് ഇത്രയാണെന്ന് പറഞ്ഞാൽ അത് എത്രയാണല്ലേ, അത് അതിന്റെ ഒരു എൻഡ് ആണ്. ഇനി അത് കുറച്ചുകൂടെ വേണമെങ്കിൽ നീട്ടണോ, ആ ഒരു ലെവല് പറ്റില്ലല്ലോ. പക്ഷെ എഡ്യൂക്കേഷന്റെ കേസിൽ അങ്ങനെയല്ല, എഡ്യൂക്കേഷനിൽ നമുക്ക് ഇത്ര മാർക്ക് കിട്ടിയിട്ടുള്ളൂ, നമ്മുടെ ഗോൾ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്ത് ചെയ്യാം, ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ എഡ്യൂക്കേഷണൽ മെഷർമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമൽ മെഷർമെന്റിൽ നിന്നും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. നമ്മളൊരു ബ്രോഡർ ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വ്യത്യാസം തന്നെയുണ്ട്. നമ്മൾ അതിനെ രണ്ടിനെ
ഇനി രണ്ട് എന്താ പറയുക ആസ്പെക്റ്റുകളിലാണ് അതിന് എന്ത് ചെയ്യേണ്ടത്, നോക്കിക്കാണേണ്ടത്. അതുകൊണ്ടാണ് ഒരു സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് വന്നിട്ടുള്ളത് കേട്ടോ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് മെഷർമെന്റ്. കാരണം നിങ്ങൾ ഫസ്റ്റ് ഡെഫിനിഷൻ, മെഷർമെന്റിന്റെ ഫസ്റ്റ് ഡെഫിനിഷൻ ഒക്കെ കണ്ടിട്ട് അത് തന്നെയാണ് എഡ്യൂക്കേഷനിൽ സംഭവിക്കുന്നത് എന്നുള്ള രീതിക്ക് നിങ്ങൾ എന്ത് ഇന്റർപ്രറ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ഒരു ടോപ്പിക്കായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ടോപ്പിക്കാണ് അസസ്മെന്റ്. മെഷർമെന്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു, ഡൗട്ട്സും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു കേട്ടോ. അസസ്മെന്റ് ആണ് നമ്മൾ അടുത്തതായിട്ട് എടുക്കാൻ പോകുന്ന ടോപ്പിക്. അസസ്മെന്റിനെ നമ്മൾ പറഞ്ഞു വിലയിരുത്താല്. അപ്പൊ എന്തായിരിക്കും, ഒരു എന്തെങ്കിലും ഒരു സംഭവത്തിന്റെ സ്റ്റേറ്റ്, കറണ്ട് സ്റ്റേറ്റ് എന്താണ് എന്നുള്ളത് നമ്മൾ ചില ടൂൾസും കാര്യങ്ങളും ഒക്കെ യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ അസസ്മെന്റ് എന്ന് പറയുന്നത്. ഈ അസസ്മെന്റിൽ നമ്മൾ മെഷർമെന്റ് ഒരു ടൂളായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഒബ്സർവേഷൻ ഒരു ടൂളായിട്ട് യൂസ് ചെയ്യാറുണ്ട്, ടെസ്റ്റുകൾ ഒരു ടൂളായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതായത് ഒരു കറണ്ട് സ്റ്റേറ്റ്, ഒരു ഒബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുവിന്റെ ഒരു കറണ്ട് സ്റ്റേറ്റ്, അതായത് പ്രസന്റ് കണ്ടീഷനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രസന്റ് കണ്ടീഷനെ നമ്മൾ എന്ത് ചെയ്യുക, ഒബ്ജക്റ്റീവ്ലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, അസസ്മെന്റ് എന്ന് പറയാം, വിലയിരുത്താന്ന് പറയാം. അപ്പൊ നമ്മളൊരു സ്റ്റുഡൻസിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ആ സ്റ്റുഡന്റ് ഇപ്പൊ എത്രത്തോളം പഠിച്ചു, ഒരു ടോപ്പിക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തു കുട്ടികൾക്ക്, നമുക്കറിയണം ആ കുട്ടിക്ക് അത് മനസ്സിലായിട്ടുണ്ടോ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, മേ ബി നമ്മൾ ചെറിയ ക്വസ്റ്റ്യൻസ് ചോദിക്കൂലേ, ക്വസ്റ്റ്യൻസിന് ആൾ പ്രോപ്പറായിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനുണ്ട്, ഓക്കെ ആൾക്കത് മനസ്സിലായിട്ടുണ്ടെന്ന്. അതായത് ആ ഒരു സ്റ്റുഡൻസിന്റെ പ്രസന്റ് കണ്ടീഷനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെക്ക് ചെയ്യുന്നത് അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അസസ്മെന്റ് എന്ന് പറയാം കേട്ടോ. അസസ്മെന്റ് ഈസ് എ പ്രോസസ് ഓഫ് ഒബ്ജക്റ്റീവ്ലി അണ്ടർസ്റ്റാൻഡിങ് ദ സ്റ്റേറ്റ് or condition of a thing by observation, measurement and test. പ്രസന്റ് കണ്ടീഷനെ മാത്രമല്ല കേട്ടോ, ഒരു എന്താ പറയാ, ഒരു എൻഡിലുള്ള കണ്ടീഷനെ മെഷർ ചെയ്യാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അസസ്മെന്റ് യൂസ് ചെയ്യാം കേട്ടോ. സോറി, പ്രസന്റ് യൂസ് ചെയ്തത് ഒരു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസസ്മെന്റിൽ വരുന്നതാണ് ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള. നോർമലി മെയിൻ ആയിട്ട് നമ്മൾ അസസ്മെന്റ് എന്ന് മാത്രമായിട്ട് നോക്കുകയാണെങ്കിൽ, അതായത് ഒരു ഔട്ട്ലുക്കിൽ എന്താണ് അസസ്മെന്റ് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഒബ്ജക്റ്റീവ്ലി അണ്ടർസ്റ്റാൻഡിങ് ദ സ്റ്റേറ്റ് ഓർ കണ്ടീഷൻ ഓഫ് എ തിങ് ബൈ ഒബ്സർവേഷൻ, മെഷർമെന്റ് ആൻഡ് ടെസ്റ്റ്. അതായത് ഒരു ഒബ്ജക്റ്റിന്റെ കണ്ടീഷൻ കണ്ടീഷനും അല്ലെങ്കിൽ സ്റ്റേറ്റിനെയൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അസസ്മെന്റ് എന്ന് പറയാം കേട്ടോ. അപ്പൊ ഞാൻ ഇതിൽ നിന്ന് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ പ്രസന്റ് കണ്ടീഷൻ എന്ന് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അസസ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രസന്റ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അസസ്മെന്റിൽ തന്നെ ഒരു ടൈപ്പ് ആയിട്ടുള്ള ഫോർമേറ്റീവ് അസസ്മെന്റിനാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രസന്റ് കണ്ടീഷൻ ഓഫ് എ തിങ് എന്നാണ് യൂസ് ചെയ്യുക കേട്ടോ. പെട്ടെന്ന് മിസ്സിന് മാറിപ്പോയതാണേ. ഓക്കെ, നെക്സ്റ്റ് വരുന്ന പാർട്ട്, ഇതിൽ നിന്ന് തന്നെ വരുന്ന ഒരു ഈ അസസ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അസസ്മെന്റ് ഓഫ് ടീച്ചിങ് മീൻസ് മെഷറിംഗ് ഇറ്റ്സ് എഫക്റ്റീവ്നെസ് അല്ലെ. അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, വിലയിരുത്തുക അല്ലെ. നമ്മൾ എന്തെങ്കിലും ഒരു പാർട്ട് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമ്മൾ അതിനെ വിലയിരുത്തേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അസസ്മെന്റ് ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള കാര്യം, അതായത് എന്റെ ടീച്ചിങ് മെത്തേഡ്സിനെയും കാര്യങ്ങളൊക്കെ ഞാൻ വിലയിരുത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, അസസ്മെന്റ് ഓഫ് ടീച്ചിങ് എന്ന് പറയാ അല്ലെ. അപ്പൊ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പല മെത്തേഡ്സ് യൂസ് ചെയ്യാം അല്ലെ. എന്തൊക്കെ മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക, നമുക്ക് ഒബ്സർവ് ചെയ്യാം അല്ലെ. അതായത് ഞാനിപ്പോ ഒരു കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ ഞാൻ ഒരു ടോപ്പിക്ക് ഡെലിവറി ചെയ്യാണ്, ടോപ്പിക്ക് പ്രസന്റ് ചെയ്യാണ്. അപ്പൊ എനിക്ക് ഒബ്സർവേഷനിലൂടെ എനിക്ക് അവരെ അസസ് ചെയ്യാം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, എനിക്ക് ജസ്റ്റ് ഇങ്ങനെ നോക്കാം അല്ലെ, സ്റ്റുഡൻസിന്റെ ജസ്റ്റേഴ്സും കാര്യങ്ങളും, അവർ സ്മൈൽ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അവർ ഹെഡ് ഷേക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാല്ലേ. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ കുട്ടികളൊക്കെ നല്ല പോസിറ്റീവായിട്ട് തലയൊക്കെ ആട്ടുന്നുണ്ട്, ആൾ പ്രോപ്പറായിട്ട് നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്ത്, ഓക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ എഫക്റ്റീവായിട്ട് മനസ്സിലാവുന്നുണ്ട്, നമ്മൾ ഉദ്ദേശിച്ച രീതിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കേച്ച് ചെയ്യുന്നുണ്ട്, അവർ ശ്രദ്ധിക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ. അപ്പൊ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അസസ് ചെയ്യാം, നമ്മുടെ ടീച്ചിങ്ങിനെ അസസ് ചെയ്യാം, സ്റ്റുഡൻസിന്റെ ലേണിങ്ങിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്യാം അല്ലെ. പക്ഷെ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടൂൾ മാത്രം നമുക്ക് യൂസ് ചെയ്താൽ പറ്റും, പോരാ അല്ലെ. എന്തുകൊണ്ടാ, എല്ലാ ക്ലാസ്സിലും ഉണ്ടായിരിക്കും ചില ബിരുദന്മാരല്ലേ, അവരെന്ത് ചെയ്യും, നമ്മൾ ടീച്ചേഴ്സ് ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ ടീച്ചർ ഒക്കെ ഉണ്ടല്ലോ, എന്ത് ചെയ്യാം, തലയായിട്ടിരിക്കാം, ചിരിക്കാം, എന്തോ എഴുതുന്ന കാര്യമായിട്ട് എന്തോ എഴുതിയിരിക്കുന്ന പോലെ എഴുതിയിരിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് ആൾക്ക് ഭയങ്കര എഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടൂൾ മാത്രം യൂസ് ചെയ്തിട്ട് ഒരു സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ നമുക്ക് മുന്നിലിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല അല്ലെ. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, വേറെ ചില മെത്തേഡ്സുകളും കൂടെ, വേറെ ചില ടൂൾസ് കൂടെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ടെസ്റ്റ് കൊടുക്കും അല്ലെ, ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും, ചെറിയൊരു ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യും.
അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എന്തെങ്കിലും ചെറിയ അസൈൻമെന്റ്സ് കാര്യങ്ങൾ കൊടുക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യൂലേ. അപ്പോൾ ഒബ്സർവേഷൻ, മെഷർമെന്റ്, ടെസ്റ്റ് അങ്ങനെയുള്ള കുറച്ച് ടൂൾസ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഒരു ഒബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ എന്താ ഒരു തിങ്ങിന്റെ ഒരു പ്രസന്റ് ഇല്ല കേട്ടോ, സോറി വീണ്ടും റിപ്പീറ്റ് ചെയ്യാറ്, അത് പറഞ്ഞു പോകുന്നതാണ്. ഒരു ഒബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ ഒരു തിങ്ങിന്റെ ഒരു സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ കണ്ടീഷൻ നമ്മൾ മനസ്സിലാക്കി എടുക്കുന്ന കാര്യത്തിനെയാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കി എടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാ, അസസ്മെന്റ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ അസസ്മെന്റ് ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മുടെ ടീച്ചിങ് എത്രത്തോളം എഫക്റ്റീവ് ആയി എന്നുള്ളത് അസസ് ചെയ്യുന്നതാണ് അല്ലെ. കാരണം എന്താ, നമുക്ക് സ്റ്റുഡൻസിനെ അസസ് ചെയ്യാൻ ഇങ്ങനെയുള്ള മെഷർമെന്റ്സും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചു, ഒരു കുട്ടിക്ക് കിട്ടിയില്ല, അടുത്ത ആളോട് ചോദിച്ചു, അടുത്ത ആൾക്ക് കിട്ടി, ഓക്കെ. അപ്പൊ നമ്മളെ ടീച്ചിങ്ങിലുള്ള പ്രശ്നമൊന്നുമല്ല, ഇവന് മനസ്സിലാകാത്തതാണ്. അതായത് ആ കുട്ടിക്ക് ഉണ്ടായിട്ടുള്ള ഒരു ചെറിയ എന്തോ ഒരു ഡെഫിഷ്യൻസി, അല്ലെങ്കിൽ കുട്ടിക്ക് ശരിക്കും പ്രോപ്പർ ആയിട്ട് മനസ്സിലാവാത്തതാണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി, അവന് ചെറുതായിട്ട് വേറെ രീതിക്ക് ഒന്നുകൂടെ നല്ല രീതിക്ക് നമുക്ക് എന്ത് ചെയ്ത് കൊടുത്താൽ മതി, പറഞ്ഞു കൊടുത്താൽ മതി. നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചു, ക്ലാസ്സിലുള്ള ആർക്കും കിട്ടുന്നില്ല. അപ്പൊ എന്താ അതിനർത്ഥം, പ്രശ്നം കുട്ടികൾക്കല്ല, ടീച്ചറിനാണ്. അപ്പൊ ടീച്ചറിന്റെ ടീച്ചിങ് മെത്തേഡ്സ് അല്ലെങ്കിൽ ടീച്ചിങ് വേ എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യണം. അല്ലെങ്കിൽ കണ്ടന്റ് കുറച്ചുകൂടി സിമ്പിൾ ആക്കിയിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പൊ നമുക്കൊരു അസസ്മെന്റ്, പ്രോപ്പർ ആയിട്ടുള്ള അസസ്മെന്റ് നടത്തി കഴിഞ്ഞാൽ ടീച്ചിങ്ങിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടോ, അല്ലെങ്കിൽ ടീച്ചിങ് എഫക്റ്റീവ് ആയിട്ടാണോ നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നാണ് പറയുന്നത്. അസസ്മെന്റ് ഓഫ് ടീച്ചിങ് മീൻസ് മെഷറിംഗ് ഇറ്റ്സ് എഫക്റ്റീവ്നെസ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത്, there are two type of assessment, summative and formative assessment. നമ്മൾ ടൈപ്സ് ഓഫ് അസസ്മെന്റ് നോക്കുകയാണെങ്കിൽ മെയിൻലി 2 ടൈപ്സ് ആണ് വരുന്നത്. നിങ്ങൾക്ക് സെക്കൻഡ് ചാപ്റ്ററിൽ വേറെ കുറച്ച് ടൈപ്സ് കൂടെ പഠിക്കാനുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്ത് ചെയ്യും ആ ഒരു ടൈമിൽ പറഞ്ഞിട്ടാട്ടോ. മെയിൻലി സമ്മേറ്റീവ് ആൻഡ് ഫോർമേറ്റീവ് അസസ്മെന്റ് ആണ് വരുന്നത്. ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം അല്ലെങ്കിൽ ഇപ്പൊ പഠിക്കുക എന്നുള്ള കാര്യമായിക്കോട്ടെ, ഒരു സ്റ്റുഡൻസ് ലേൺ ചെയ്യാന്നുള്ള കാര്യത്തിന് അതിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അതായത് ഇൻവെറ്റീവിന് ഒരു കറന്റ് സ്റ്റേറ്റിന്, അതായത് എന്താ പറയാ, ഇപ്പൊ ഉള്ള ഒരു കണ്ടീഷനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫോർമേറ്റീവ് അസസ്മെന്റ് യൂസ് ചെയ്യുക. അതായത് ഫോർമേറ്റീവ് അസസ്മെന്റ് ഈസ് മെഷർമെന്റ് ഫോർ ദ പർപ്പസ് ഓഫ് ഇംപ്രൂവിങ് ഇറ്റ് അല്ലെ. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ക്ലാസ്സിൽ ഒരു ടോപ്പിക് എടുത്തു കൊടുത്തു, നമ്മൾ എന്ത് ചെയ്യാണ്, ആ ടോപ്പിക് കുട്ടിക്ക് പ്രോപ്പർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളത് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ അസസ് ചെയ്തെടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അസസ് ചെയ്തെടുക്കുന്നത്, ആ കുട്ടിക്ക് അത് പ്രോപ്പർ ആയിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും ആൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് എന്ത് ചെയ്യാം, പ്രോപ്പർ ആയിട്ട് ആൾക്ക് മനസ്സിലാക്കി കൊടുക്കുക അല്ലെ. അതായത് ആ ഒരു ടോപ്പിക്കിലുള്ള ആ ഒരു ഇൻഫോർമേഷൻ ആൾ ഗാദർ ചെയ്തിട്ടുള്ള ആ ഒരു സംഭവത്തെ നമ്മൾ ഇംപ്രൂവ് ചെയ്ത് കൊടുക്കുക അല്ലെ. ആളുടെ ലേണിങ്ങിനെ എന്ത് ചെയ്യാൻ, ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യാറ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫോർമേറ്റീവ് അസസ്മെന്റിൽ വരുന്നത്. ഫോർമേറ്റീവ് അസസ്മെന്റിൽ മെയിനായിട്ട് ഇതാണ് കേട്ടോ, ക്വസ്റ്റ്യൻ ചോദിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അല്ലെങ്കിൽ ഒരു യൂണിറ്റ്, ചെറിയൊരു യൂണിറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ യൂണിറ്റ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുക, അതൊക്കെ ഫോർമേറ്റീവ് ടെസ്റ്റിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താണ്, ടൈപ്സ് ഓഫ് അസസ്മെന്റിൽ 2 ടൈപ്പ് ഉണ്ട്. ഫോർമേറ്റീവ് അസസ്മെന്റ് ഉണ്ട്, സമ്മേറ്റീവ് അസസ്മെന്റ് ഉണ്ട് അല്ലെ. സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കോഴ്സിന്റെ എൻഡിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ അസസ് ചെയ്യാം. അത് ഫോർ എക്സാമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ഇയർ എൻഡ് കൺസിഡർ ചെയ്യാം. അതായത് ഒരു ഇയറിന്റെ അവസാനം നമ്മൾ എക്സാം ഒക്കെ പറയില്ലേ, ഒരു ആനുവൽ എക്സാം ഒക്കെ പറയില്ലേ, അതൊക്കെ എന്താണ്, സമ്മേറ്റീവ് അസസ്മെന്റിന് എക്സാമ്പിൾ ആണ് കേട്ടോ. ആ ഒരു കംപ്ലീറ്റ് ഇയറിൽ ആ കുട്ടി എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറയാം. യൂഷ്വലി നമ്മളതിനെ ഇവാലുവേഷൻ എന്ന് പറയാറുണ്ട് കേട്ടോ. ഇവാലുവേഷൻ എന്ന് നമ്മളതിനെ പറയാറുണ്ട്. ഓക്കെ, ഫോർമേറ്റീവ് അസസ്മെന്റ് എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലെ. ഒരു ഷോർട്ട് ടൈം പീരീഡിൽ, അതായത് ആ കുട്ടിയുടെ ലേണിങ്ങിനെ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ലേണിങ്ങിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന അസസ്മെന്റുകളെയാണ് ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറയാം. ഡ്യൂറിങ് എന്താണ് അത് നടക്കുക അല്ലെ, ഡ്യൂറിങ് ടീച്ചിങ് അങ്ങനെ, അല്ലെങ്കിൽ ഡ്യൂറിങ് ലേണിങ്, ആ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സ് കൺസിഡർ ചെയ്താൽ ആ ഡ്യൂറിങ്ങിനാണ് എന്ത് ചെയ്യുക, ഫോർമേറ്റീവ് അസസ്മെന്റ് നടക്കുക. സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻഡിൽ നടക്കുന്നുണ്ട്. അതായത് ആനുവൽ എക്സാമിനേഷൻ ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, സമ്മേറ്റീവ് അസസ്മെന്റിന് എക്സാമ്പിൾ ആണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് അസസ്മെന്റ് എന്നുള്ളത് പറഞ്ഞു, അസസ്മെന്റ് ഇൻ ടീച്ചിങ് എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു. 2 ടൈപ്സ് ഓഫ് അസസ്മെന്റ് ഉണ്ട്, ഫോർമേറ്റീവ് ആൻഡ് സമ്മേറ്റീവ് അസസ്മെന്റ്. ഫോർമേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അസസ് ചെയ്യുന്നതിനെയാണ് ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറയാം. ഒരു പ്രോസസ്സിന്റെ എൻഡിൽ നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ, എൻഡിൽ നമ്മൾ അസസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറയാം. ഓക്കെ, ഇനി ഡെഫിനിഷൻ ഓഫ് അസസ്മെന്റ് നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അസസ്മെന്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഒബ്ജക്റ്റീവ്ലി ഡിറ്റർമിനിങ് the present state or conditions or a thing or a process by observation, measurement and test.
The purpose of assessment is to improve the present state of a conditions of a thing or a process. With the definitions of assessment, formative assessment ലാണ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഇവാലുവേഷൻ ആണ് കേട്ടോ. നമ്മളിപ്പോ മെഷർമെന്റ് പഠിച്ചു. മെഷർമെന്റും അസസ്മെന്റും തമ്മിൽ അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായില്ലേ. ഓൾമോസ്റ്റ് സിമിലർ കാര്യമാണെന്ന് നമ്മൾ വിചാരിക്കുമെങ്കിലും അത് തമ്മിൽ അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്തു മനസ്സിലായില്ലേ. പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ള പാർട്ടാണ് ഇവാലുവേഷൻ. എന്താണ് ഇവാലുവേഷൻ എന്ന് നോക്കുന്നത്? Evaluation is the process of observing, measuring, and testing a thing for the purpose of judging it and of determining its value either by comparison of similar things or to a standard. നമ്മൾ ഇവാലുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ അസസ്മെന്റിനെ പോലെ തന്നെയാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? അസസ്മെന്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനൊരു ഫീഡ്ബാക്ക് കൂടെ കൊടുക്കും, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വാല്യൂ ആയിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യും? കമ്പയർ ചെയ്തിട്ടുള്ള ഒരു റിസൾട്ടും കൂടെ നമ്മൾ കൊടുക്കും. അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ആനുവൽ എക്സാംസും ഒക്കെ എന്താണ്? സമ്മേറ്റീവ് അസസ്മെന്റിനൊക്കെ എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞില്ലേ. ഇനി നമ്മൾ ആനുവൽ എക്സാമിന്റെ മാർക്ക് വന്നു, നമ്മൾ എന്ത് ചെയ്യാണ്? ആ മാർക്കിന് ഒരു ഗ്രേഡ് അസൈൻ ചെയ്ത് കൊടുത്ത് അത് ഇവാലുവേഷൻ ആണ്. പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ സമ്മേറ്റീവ് അസസ്മെന്റിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരു ആനുവൽ എക്സാമിനേഷൻ ഒക്കെ എന്താണ്? സമ്മേറ്റീവ് അസസ്മെന്റിന്റെ എക്സാമ്പിൾ ആണ്. അതായത് ഒരു യൂണിറ്റിൽ നടത്തുന്ന അസസ്മെന്റ് ആണ് സമ്മേറ്റീവ് എന്ന് പറയുന്നത്. നോർമൽ അസസ്മെന്റ് എന്ന് പറയും. ഓക്കെ, ആനുവൽ എക്സാമിനേഷൻ ഒരു അസസ്മെന്റ് ആണ് അല്ലെ. ആ അസസ്മെന്റിൽ നമുക്ക് എന്താണ് കിട്ടുക? ആള് 100ൽ ഒരു 52 മാർക്ക് സ്കോർ ചെയ്തു എന്ന് കിട്ടിയില്ലേ. ഇനി നമ്മൾ അതിനെ ഒരു ഗ്രേഡ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ, അതായത് നമ്മൾ പറയില്ലേ ഇത്ര മാർക്ക് മുതൽ ഇത്ര മാർക്ക് വരെ വാങ്ങിച്ചാൽ A+, ഇത്ര മാർക്ക് മുതൽ ഇത്ര മാർക്ക് വരെ വാങ്ങിച്ചാൽ A, അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ ഓൾറെഡി പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൾറെഡി ഡിറ്റർമിൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട് നമ്മൾ അതിനെ കമ്പയർ ചെയ്ത് പറയുകയാണ്, അതിനെ ജഡ്ജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇവാലുവേഷൻ എന്ന് പറയാം. അതായത് നമുക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് അനുസരിച്ചിട്ട് നമ്മൾ എന്ത് പറയാണ്? ആ സ്റ്റുഡൻസിന് A ആണ്, ആ സ്റ്റുഡൻസിന് A+ ആണ്, അങ്ങനെ ആളെ ജഡ്ജ് ചെയ്യാണ്. അല്ലെങ്കിൽ അതിനൊരു വാല്യൂ നമ്മൾ കിട്ടുകയാണ്. ഒരു ഓൾറെഡി ഡിറ്റർമിൻ ചെയ്തിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ അതിന് വേണ്ടിയിട്ട് പുട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇവാലുവേഷൻ എന്ന് പറയാ. നമുക്ക് എന്ത് പറയാം? അസസ്മെന്റ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസസ്മെന്റ് പ്ലസ് ഫീഡ്ബാക്ക്, അല്ലെങ്കിൽ അസസ്മെന്റ് പ്ലസ് ഒരു എന്താണ്? ഡിറ്റർമിനിങ് ദ വാല്യൂ ബൈ കമ്പയറിംഗ് ദ സിമിലർ തിങ് ഓർ എ സ്റ്റാൻഡേർഡ് അല്ലെ, അല്ലെങ്കിൽ ഒരു ജഡ്ജ്മെന്റ് എന്ന് പറയാം. അസസ്മെന്റ് പ്ലസ് ജഡ്ജ്മെന്റ് എന്നൊക്കെ പറയാം ഇവാലുവേഷൻ. ഓക്കെ, ഇവാലുവേഷൻ ഓഫ് ടീച്ചിങ് മീൻസ് പാസിംഗ് ജഡ്ജ്മെന്റ് ഓൺ ഇറ്റ് ബൈ ഒബ്സർവിംഗ് ടീച്ചിങ് of a teacher, comparing it with the teaching of other teacher or with the similar some standards and criteria. അപ്പൊ ടീച്ചിങ്ങിന്റെ ഇവാലുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ആദ്യം ആ ടീച്ചർ അസസ് ചെയ്യും. ഓക്കെ, ടീച്ചിങ് ഓക്കെ ആണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? ഓൾറെഡി പ്രീ ഡിറ്റർമിൻഡ് ആയിട്ട് വെച്ചിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ്. ടീച്ചിങ്ങിന്റെ കേസിൽ അതെന്തായിരിക്കും? ഓൾറെഡി നല്ല രീതിക്ക് എടുത്തിട്ടുള്ള വേറെ ടീച്ചേഴ്സ് ഉണ്ടായിരിക്കുക. ആ ടീച്ചറിന്റെ അത്ര പോരാ, അല്ലെങ്കിൽ ആ ടീച്ചറിനെക്കാട്ടും നല്ല ഇഷ്ടമായിട്ട് ക്ലാസ് എടുത്തു, അങ്ങനെ ഒരു ഫീഡ്ബാക്കും കൂടി കുട്ട് ചെയ്യാം. അതാണ് ഇവാലുവേഷൻ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവാലുവേഷൻ ഓഫ് ലേണിംഗ് അല്ലെങ്കിൽ ഇവാലുവേഷൻ ഓഫ് ലേണിംഗ് ഉള്ളത് നമ്മൾ പറഞ്ഞില്ല. ഓൾറെഡി എന്ത് ചെയ്യുക? നമ്മൾ ഒരു അസസ്മെന്റ് ഒരു മാർക്ക് ഒബ്റ്റെയിൻ ചെയ്യുക, അതിനൊരു ഗ്രേഡ് സിസ്റ്റം ആയിട്ട് കമ്പയർ ചെയ്ത് പറയുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക? ഇവാലുവേഷൻ ഓഫ് ലേണിംഗ് എന്നുള്ള രീതിക്ക് വരിക. ഓക്കെ, ഇവാലുവേഷൻ ഓഫ് എ തിങ് ഓർ പ്രോസസ് ഇൻവോൾവ് ദ അസസ്മെന്റ് ഓഫ് ഇറ്റ്സ് ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓഫ് ഫീച്ചേഴ്സ് ആൻഡ് ബേസ്ഡ് ഓൺ ദാറ്റ് ഡിറ്റർമിനിങ് ഇറ്റ്സ് വാല്യൂ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. മെഷർമെന്റ്, അസസ്മെന്റ്, ഇവാലുവേഷൻ 3 ടേംസും ക്ലിയർ ആയി, അതിന്റെ ഡിഫറൻസുകളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്കൊന്നൊന്ന് എന്ത് ചെയ്യാം? പ്രോപ്പറായിട്ട് നോക്കാം അല്ലെ. മെഷർമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? അസസ്മെന്റും ഇവാലുവേഷനും ഒക്കെ നടത്താൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളിനെ അല്ലെങ്കിൽ മെത്തേഡുകളെയൊക്കെയാണ് നമ്മൾ എന്ത് പറയാ? മെഷർമെന്റ് എന്ന് പറയാം അല്ലെ. അതിന് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. മെഷർമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു ക്വാണ്ടിറ്റി പാർട്ട് ഉണ്ട്, പിന്നെ ഒരു എന്താണ് യൂണിറ്റ് പാർട്ട് ഉണ്ടായിരിക്കും. അപ്പൊ മെഷർമെന്റിന് നമുക്ക് എന്തായിട്ട് പറയാം? അസസ്മെന്റിനും ഇവാലുവേഷനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂൾ അല്ലെങ്കിൽ ഒരു മെത്തേഡ് ആണ് എന്നുള്ള രീതിക്ക് പറയാം അല്ലെ. ഇനി ഇവാലുവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സിൽ എന്തുകൂടെ ഉണ്ട്? അസസ്മെന്റ് കൂടെ ഉണ്ട് അല്ലെ. ഞാൻ പറഞ്ഞു അല്ലെ, ഇവാലുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? അസസ്മെന്റ് പ്ലസ് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാല്യൂ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്ക് ആയിട്ട് നമ്മൾ ഫീഡ്ബാക്ക് അല്ലെ പ്ലസ് ഫീഡ്ബാക്ക്, ആ ഒരു ഫോർമാറ്റിലാണ് ഇവാലുവേഷൻ വരിക. ഇവാലുവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്, അതായത് അസസ്മെന്റ് ഇൻക്ലൂഡ് ചെയ്തതുകൊണ്ട് തന്നെ ഇവാലുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസസ്മെന്റിനെക്കാട്ടിലും കുറച്ചുകൂടെ ഒരു ബ്രോഡർ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു വലിയ അതിന്റെ ഒരു എന്താ പറയാ, അതിന്റെ ഒരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു സറൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു കോംപ്ലക്സ് ആയിട്ടുള്ളതാണെന്ന് നമുക്ക് അറിയാം. കാരണം എന്താ? ഇവാലുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസസ്മെന്റ് പ്ലസ് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അസസ്മെന്റ് പ്ലസ് എന്താ ഒരു പ്രീ ഡിറ്റർമിൻഡ് ഡാറ്റ ആയിട്ട് അതിനെ കമ്പയർ ചെയ്യാൻ നമുക്ക് പറയാം.
നിങ്ങൾക്ക് എക്സാമിന് മെയിൻ ആയിട്ട് വരുന്നതാണ് അല്ലെ, മൈൻഡ് മാപ്സും കാര്യങ്ങളൊക്കെ നല്ലപോലെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നല്ല രീതിക്ക് മാർക്കും കാര്യങ്ങളൊക്കെ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ഡെഫിനിഷൻ ഓഫ് ഇവാലുവേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇവാലുവേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് ദ വാല്യൂ ഓഫ് എ തിങ്സ് ഓർ എ പ്രോസസ് ബേസ്ഡ് ഓൺ അസസ്മെന്റ് ഓഫ് ഇറ്റ്സ് ഡിഫറെന്റ് ആസ്പെക്ട് ഓർ കമ്പോണന്റ് ബൈ എംപ്ലോയിങ് ഒബ്സർവേഷൻ, മെഷർമെന്റ് ആൻഡ് ടു ടെസ്റ്റ് അല്ലെ. അതായത് ഒബ്സർവേഷൻ, മെഷർമെന്റ്, ടെസ്റ്റ് അങ്ങനെയുള്ള കുറച്ച് ടൂൾസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഒബ്ജക്റ്റിനെ അസസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ്. പിന്നെ എന്ത് ചെയ്യുക, അതിനൊരു ഓൾറെഡി പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള വാല്യൂ കൂടി കുട്ടിയെങ്ങനെയാണ് എന്താ പറയുക ഇവാലുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അല്ലെ. ഒന്നുകൂടി എന്ന് പറഞ്ഞു. ഇവാലുവേഷനിൽ എന്താണ്, അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സ് ഉണ്ട്. അതിൽ യൂസ് ചെയ്യുന്ന ടൂൾസും മെത്തേഡ്സും ഒക്കെ എന്താണ്, മെഷർമെന്റ്സ് ആണ് അല്ലെ. ഓക്കെ, അതായത് ഇവാലുവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സിൽ ടൂൾസ്, അതായത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂൾസ് അല്ലെങ്കിൽ മെത്തേഡ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്, മെഷർമെന്റ്സുകളാണ് അല്ലെ. ഓക്കെ, അപ്പൊ നമ്മളൊരു മൈൻഡ് മാപ്പ് പോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അസസിങ് ദ തിങ് ത്രൂ ദ ഒബ്സർവേഷൻ ആൻഡ് മെഷർമെന്റ് പ്ലസ് ഡിറ്റർമിനിങ് ദ വാല്യൂ ഓഫ് എ തിങ് ബൈ കമ്പയറിംഗ് വിത്ത് സിമിലർ തിങ്സ് ഓർ സ്റ്റാൻഡേർഡ് ഈക്വൽ ടു ഇവാലുവേഷൻ ഓഫ് എ തിങ് എന്ന് പറയാം അല്ലെ. ഇവാലുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസസ്മെന്റ് പ്ലസ് കമ്പയറിംഗ് വിത്ത് എ സ്റ്റാൻഡേർഡ്. ഓക്കെ, അല്ലെങ്കിൽ ഡിറ്റർമിനിങ് വാല്യൂ ഓഫ് എ തിങ് ബൈ കമ്പയറിംഗ് വിത്ത് എ സ്റ്റാൻഡേർഡ് എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മെഷർമെന്റ്, അസസ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ നമ്മൾ യൂഷ്വലി സെയിം സംഭവമാണെന്ന് വിചാരിക്കുന്നതാണ്. ബട്ട് അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉള്ള 3 ടേമുകളാണ് കേട്ടോ. അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് റോൾ ഓഫ് അസസ്മെന്റ് ഇൻ ലേണിംഗ് ആണ് കേട്ടോ. ഈ ഒരു ക്ലാസ്സിലെ ലാസ്റ്റ് ടോപ്പിക് ആണ്. ഓക്കെ, റോൾ ഓഫ് അസസ്മെന്റ് ഇൻ ലേണിംഗ് അല്ലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, അസസ്മെന്റിന് ലേണിംഗിൽ കുറച്ച് എന്തെങ്കിലും റോൾസുകൾ ഉണ്ട്. ആള് കുറച്ച് റോൾ എന്താ പറയാ, കുറച്ച് റോള് ആൾക്കുണ്ട്. എന്തൊക്കെയാണ് പറയുന്നത്, അസസ്മെന്റ് ആസ് ലേണിംഗ്, അസസ്മെന്റ് ഫോർ ലേണിംഗ്, അസസ്മെന്റ് ഓഫ് ലേണിംഗ് എന്നുള്ളതാണ് റോളായിട്ട് വരുന്നത് കേട്ടോ. 3 റോളുകൾ ഉണ്ട് നമ്മൾ പഠിക്കുക. എപ്പോഴും സ്ഥിരമായിട്ട് എസ് എ ക്വസ്റ്റ്യൻസ് ഈ പേപ്പറിന് മെയിൻ ആയിട്ട് 2 എസ് എ ക്വസ്റ്റ്യൻസ് ആണ് വരാറ്. അതിൽ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ റോൾ ഓഫ് അസസ്മെന്റ് ഇൻ ലേണിംഗ് എന്നുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, വിലയിരുത്തുക അല്ലെ. നമ്മൾ ഒരു കാര്യം വിലയിരുത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ കാര്യത്തെ പഠിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് വിലയിരുത്തുക അല്ലെ. അപ്പൊ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പല മെത്തേഡ്സുകൾ യൂസ് ചെയ്യേണ്ടി വരും. വൈവ, സെമിനാർ, അസൈൻമെന്റ് പോലെയുള്ള പല മെത്തേഡ്സുകൾ യൂസ് ചെയ്യേണ്ടി വരും അല്ലെ. അതുകൊണ്ട് തന്നെ ഈ ഒരു അസസ്മെന്റ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ അസസ്മെന്റിൽ മെയിൻ ആയിട്ട് 3 റോൾസ് ആണ് എന്ത് ചെയ്യുന്നത് ഉള്ളത്. അപ്പൊ ഏതൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം കേട്ടോ. നമ്മൾ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ളതാണ്, സിമ്പിൾ ആണ്, പക്ഷെ നമുക്ക് എന്താ പറയാ പെട്ടെന്ന് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ള 3 എന്താ പറയാ റോൾസ് ആണ് കേട്ടോ. അസസ്മെന്റ് ആസ് ലേണിംഗ്, അസസ്മെന്റ് ഫോർ ലേണിംഗ്, അസസ്മെന്റ് ഓഫ് ലേണിംഗ്. നിങ്ങൾ ഇതിന്റെ മീനിങ് വെച്ച്, മലയാളം മീനിങ് വെച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട്, പിന്നെ ചെറിയൊരു ഷോർട്ട് ഉണ്ട് അതും കൂടെ വെച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് ഈ 3 ടോപ്പിക്കും, അതായത് ഈ 3 റോൾസ് ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഫസ്റ്റ് വരുന്നതാണ് അസസ്മെന്റ് ഓഫ് ലേണിംഗ്. നമുക്ക് ഫസ്റ്റ് നോക്കാം. ഓക്കെ, അസസ്മെന്റ് ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, പഠനത്തെ വിലയിരുത്തുക അല്ലെ. അസസ്മെന്റ് ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞാല് പഠനത്തെ വിലയിരുത്തുക അല്ലെ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, നമുക്ക് ഒരു പഠനത്തെ വിലയിരുത്താം, ഒരു ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സിനെ നമുക്ക് വിലയിരുത്താം, അസസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓൾറെഡി ലേണിംഗ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലെ. അതായത് എന്തെങ്കിലും ഒരു കാര്യം പഠിപ്പിച്ചതിന് ശേഷമായിരിക്കും നമുക്ക് അത്രത്തോളം പഠിച്ചു എന്നുള്ളതിനെ വിലയിരുത്താൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അല്ലെ. ആ ഒരു പ്രോസസ്സാണ്. അതായത് ടീച്ചർ എന്ത് ചെയ്തു, ഒരു ടോപ്പിക് എടുത്തു വന്നു, ആ ടോപ്പിക് എന്ത് ചെയ്യണം, വിലയിരുത്തുക, എത്രത്തോളം കുട്ടികൾ പഠിച്ചു കാര്യങ്ങളൊക്കെ. ഇതാണ് പഠനത്തെ വിലയിരുത്തുക, അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്നുള്ള പാർട്ടിൽ വരുന്നത് കേട്ടോ. അസിസ്റ്റ് ടീച്ചർ ടു യൂസ് എവിഡൻസ് ഓഫ് സ്റ്റുഡൻസ് ലേണിംഗ് ടു അസസ് സ്റ്റുഡൻസ് അച്ചീവ്മെന്റ്സ് അഗെയിൻസ്റ്റ് ലേണിംഗ് ഗോൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്. സോറി, എന്താ പറയുന്നത്, സ്റ്റുഡൻസ് ഒരു പെർട്ടിക്കുലർ കണ്ടന്റ് പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ചെക്ക് ചെയ്യുക അല്ലെ. എന്താ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ലേണിംഗ് ഗോൾ അല്ലെങ്കിൽ ലേണിംഗ് സ്റ്റാൻഡേർഡ് ഒക്കെ കുട്ടികൾ അച്ചീവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. അതാണ് എന്ത് വരുന്നത്, അസസ്മെന്റ് ഓഫ് ലേണിംഗ് എന്നുള്ള ഈ ഒരു റോള് വരുന്നത് അല്ലെ. അതായത് അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രോസസ്സ് പഠനത്തെ വിലയിരുത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. റോൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് അല്ലെ, എന്താണ് അത് ചെയ്യുന്ന റോള് എന്നുള്ള രീതിക്ക്. ഓക്കെ, അപ്പൊ അസസ്മെന്റ് ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രോസസ്സ് പഠനത്തെ വിലയിരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ, അതായത് ലേണിംഗ് എന്ന പ്രോസസ്സിനെ വിലയിരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാർട്ട് ടീച്ചർ പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം ടീച്ചർക്ക് എന്ത് ചെയ്യാം, ടീച്ചർ ഉദ്ദേശിച്ചിട്ടുള്ള ലേണിംഗ് ഗോൾസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്
ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അസസ്മെന്റ് യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ സമ്മേറ്റീവ് അസസ്മെന്റ് ഒക്കെ അസസ്മെന്റ് ഓഫ് ലേണിങ്ങിന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, എക്സാമ്പിൾ ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതായത് ഒരു കൊല്ലം മുഴുവൻ, അതായത് ഒരു ഇയർ നോക്കുകയാണെങ്കിൽ ആ കംപ്ലീറ്റ് ഇയറിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളതിന് ഒരു എവിഡൻസ് പോലെയാണ് എന്ത് കിട്ടുന്നത്. കാരണം ഒരു മാർക്ക് കിട്ടുന്നുണ്ട്, ഗ്രേഡ് കിട്ടുന്നുണ്ട് അല്ലേ, അപ്പൊ ആ ഒരു എവിഡൻസ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, പേരൻസിനൊക്കെ ആയിട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും, പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അങ്ങനെയൊക്കെ പറ്റൂല. അപ്പം അതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, അസസ്മെന്റ് ഓഫ് ലേണിംഗ് എന്നുള്ള പാർട്ടിൽ വരുന്നത് കേട്ടോ. അതായത് അസസ്മെന്റ് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, പഠനത്തെ വിലയിരുത്താൻ, ലേണിങ്ങിനെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് അസസ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് അസസ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരു റോൾ അസസ്മെന്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സെക്കൻഡ് വൺ വരുന്നത് അസസ്മെന്റ് ആസ് ലേണിംഗ് ആണ് കേട്ടോ. ആസ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അസസ്മെന്റ് ആസ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ വിലയിരുത്തൽ തന്നെ പഠനം അല്ലെ. അതായത് ഒരു കുട്ടി എന്ത് ചെയ്യാണ്, ആള് പഠിപ്പിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, കുട്ടി സ്വയം സെൽഫ് അസസ്മെന്റ് നടത്തുകയാണ്. എനിക്കിപ്പോ ടീച്ചർ പഠിപ്പിച്ചു, ഒരു ക്ലാസ് കഴിഞ്ഞു കുട്ടി സെൽഫ് അസസ്മെന്റ് നടത്തുകയാണ്. എനിക്ക് ടീച്ചർ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഈ ഒരു കണ്ടന്റിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പൊ മനസ്സിലായത്. അപ്പോൾ കുട്ടി ആലോചിച്ചിട്ട് ഒരു കൺക്ലൂഷനിൽ എത്തൂലേ, ഓക്കെ എനിക്ക് ഈ ടോപ്പിക്കൊക്കെ പ്രോപ്പറായിട്ട് മനസ്സിലായിട്ടുണ്ട്, ഈ ഒരു ടോപ്പിക്കിൽ എനിക്ക് കുറച്ചുകൂടെ പഠിക്കാനുണ്ട്. അപ്പൊ ഞാൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം, എന്റെ കൂടെയുള്ള ആളുകളോടൊക്കെ ഒന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ടീച്ചറോട് തന്നെ ഒന്നുകൂടെ ചോദിച്ചിട്ട് ആ പാർട്ടൊന്ന് ക്ലിയർ ആക്കാം. അങ്ങനെയുള്ള ഒരു രീതിക്ക് എന്ത് ചെയ്യാം, നമുക്ക് അസസ്മെന്റിന് വേണ്ടി ചെയ്യാം അല്ലെ. അസസ്മെന്റ് ആസ് ലേണിംഗ് അല്ലെ. അതായത് എന്താ, അസസ്മെന്റ് തന്നെ എന്താണ്, ഒരു ലേണിംഗ് പ്രോസസ് ആണ് എന്നുള്ള രീതിക്ക്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ എന്തായിരുന്നു, അസസ്മെന്റ് ഓഫ് ലേണിംഗ് അല്ലെ. അസസ്മെന്റ് ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമുക്ക് ലേണിങ്ങിനെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട്, എത്രത്തോളം നമ്മൾ പഠിച്ചു എന്നുള്ളത് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, അസസ്മെന്റിനെ യൂസ് ചെയ്യാം. പിന്നെ അസസ്മെന്റ് ആസ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടിൽ എന്താ പറയുന്നത്, നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അസസ്മെന്റിനെ യൂസ് ചെയ്യാം അല്ലെ. അതായത് കുറച്ചുകൂടെ നല്ല രീതിക്ക് എനിക്ക് പഠിക്കണം എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, അസസ്മെന്റിനെ യൂസ് ചെയ്യാം. അതാണ് അസസ്മെന്റ് ആസ് ലേണിംഗ് എന്നുള്ള പാർട്ടിൽ പറയുന്നത് കേട്ടോ. അതായത് അസസ്മെന്റ് തന്നെ എന്താണ്, ഒരു ലേണിംഗ് ആണ്. അതായത് നമ്മൾ സെൽഫ് അസസ്മെന്റ് ഒക്കെ നടത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, നമ്മുടേതായിട്ടുള്ള ഡിമെറിറ്റ്സും അല്ലെങ്കിൽ നമുക്ക് ഏതൊക്കെ പാർട്ടാണ് കൂടുതൽ പഠിക്കേണ്ടത് അങ്ങനെയുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അസസ്മെന്റ് ആസ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവോൾവ് സ്റ്റുഡൻസ് ഇൻ ദ ലേണിംഗ് പ്രോസസ് where they monitor their own progress, ask questions, practice skills. Students who use self-assessment and teacher feedback to reflect on their own learning, consolidate their understandings and work towards learning goals. അതായത് സെൽഫ് അസസ്മെന്റ് നടത്തിയിട്ട് എന്താണ്, അസസ്മെന്റിന് ഒരു എന്തായിട്ട് യൂസ് ചെയ്യാണ്, ലേണിങ്ങിനുള്ള ഒരു മെത്തേഡ്സ് ആയിട്ട് എന്നൊക്കെ പറയാം. അസസ്മെന്റ് ആസ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ അസസ്മെന്റ് തന്നെ എന്താവാണ്, ഒരു പഠിക്കാനുള്ള ഒരു അസസ്മെന്റ് തന്നെ ഒരു പഠനം എന്നുള്ള രീതിക്ക് എത്താണ് അല്ലെ. വിലയിരുത്തൽ തന്നെ പഠനം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അസസ്മെന്റ് ആസ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, വിലയിരുത്തൽ തന്നെ പഠനം. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നമുക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ള ടോപ്പിക്കാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ തന്നെ എന്റെ മൈൻഡിലൊന്ന് എന്ത് ചെയ്യാണ്, പ്രോസസ് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ള രീതിക്ക് കേട്ടോ. അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, അസസ്മെന്റ് ഓഫ് ലേണിംഗ് അല്ലെ. അസസ്മെന്റ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് പഠനത്തെ വിലയിരുത്താം, അതായത് നമ്മുടെ ലേണിങ്ങിനെ വിലയിരുത്താം അല്ലെ. അതായത് എത്രത്തോളം ഞാൻ പഠിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, വിലയിരുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അസസ്മെന്റിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ഫസ്റ്റ് റോൾ. പിന്നെ എന്താ, അസസ്മെന്റ് ആസ് ലേണിംഗിൽ അതായത് അസസ്മെന്റ് തന്നെ എന്താണ്, ഒരു പഠനമാണ് എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് സെൽഫ് അസസ്മെന്റ് ത്രൂ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതായത് അത്രത്തോളം ഞാൻ പഠിച്ചിട്ടില്ല, കുറച്ചുകൂടി ഞാൻ ഇമ്പ്രൂവ് ആക്കാനുണ്ട്, അങ്ങനെയുള്ള രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അസസ്മെന്റ് ത്രൂ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പൊ അസസ്മെന്റ് തന്നെ എന്താണ്, ഒരു ലേണിംഗ് ആണ്. അതാണ് അസസ്മെന്റ് ആസ് ലേണിംഗ് എന്നുള്ള റോള് പറയുന്നത് കേട്ടോ. തേർഡ് വൺ ആയിട്ട് വരുന്നതാണ് അസസ്മെന്റ് ഫോർ ലേണിംഗ്. അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഠനത്തിനായിട്ടുള്ള വിലയിരുത്തൽ എന്നൊക്കെ പറയും. അതായത് ഒരു സ്റ്റുഡന്റ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ടീച്ചേഴ്സോ അല്ലെങ്കിൽ ഒക്കെയുള്ള കോ സ്റ്റുഡൻസ് ഇല്ലേ, പിയർ സ്റ്റുഡൻസ് എന്നൊക്കെ പറയില്ലേ, അവരൊക്കെ എന്ത് ചെയ്യുക, വിലയിരുത്തുക, അവരെന്ത് ചെയ്യുക, ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അസസ്മെന്റ് ഫോർ ലേണിംഗിൽ വരുന്നത്. അതായത് എനേബിൾ ടീച്ചർ ടു യൂസ് ഇൻഫർമേഷൻ അബൌട്ട് സ്റ്റുഡൻസ് നോളജ്, അണ്ടർസ്റ്റാൻഡിങ്സ് ആൻഡ് സ്കിൽസ് ടു ഇൻഫോം ദെയർ ടീച്ചിങ്. അതായത് ടീച്ചറിന് എന്ത് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്ന് പറഞ്ഞ പാർട്ടിൽ വരുന്നതാണ്. ടീച്ചറിന്റെ ടീച്ചിങ് ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അസസ്മെന്റിനെ യൂസ് ചെയ്യാം അല്ലെ. അല്ലെങ്കിൽ ലേണറിന് ലേൺ ചെയ്യുന്നത്, അതായത് ആ ഒരു ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, അസസ്മെന്റിനെ യൂസ് ചെയ്യാം അല്ലെ. അതുപോലെ തന്നെ എന്താ, ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന, ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടീച്ചറിന്റെ ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അസസ്മെന്റ് ഫോർ ലേണിംഗിന്
എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഫോർമേറ്റീവ് അസസ്മെന്റിനെ യൂസ് ചെയ്യാം കേട്ടോ. ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഡ്യൂറിങ് ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻ അല്ലെ, ഡ്യൂറിങ് എ ലേണിംഗ് പ്രോസസ്സിൽ നടക്കുന്നതാണ് ഫോർമേറ്റീവ് അസസ്മെന്റ്. ആ സെയിം സംഭവം തന്നെ അസസ്മെന്റ് ഫോർ ലേണിംഗിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് സമ്മേറ്റീവ് അസസ്മെന്റിന് അസസ്മെന്റ് ഓഫ് ലേണിംഗ് കൺസിഡർ ചെയ്യാം അല്ലെ. എന്താ, അറ്റ് എൻ എൻഡ് ഓഫ് എ പ്രോസസ് എന്നൊക്കെ പറയില്ലേ, ആ രീതിക്കുള്ളതാണ് അസസ്മെന്റ് ഓഫ് ലേണിംഗിൽ വരുന്നത്. ഇനി അസസ്മെന്റ് ആസ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത് സെൽഫ് അസസ്മെന്റ് ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്കൊന്നുകൂടി ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം കേട്ടോ, ഒന്നുകൂടി ഒന്ന് പ്രോപ്പർ ആയിട്ട് അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഫസ്റ്റ് വരുന്നത് അസസ്മെന്റ് ആസ് ലേണിംഗ് ആണ്. അസസ്മെന്റ് ആസ് ലേണിംഗ് ഹെൽപ്പ് സ്റ്റുഡൻസ് ടു ടേക്ക് മോർ റെസ്പോൺസിബിലിറ്റി ഫോർ ദെയർ ലേണിംഗ് ആൻഡ് ഫിക്സ് പേഴ്സണൽ ഗോൾ ഫോർ ഫർദർ ലേണിംഗ് അല്ലെ. അതായത് എന്താ, അസസ്മെന്റ് ആസ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽഫ് ലേണിംഗ് ആണ് അല്ലെ. അതായത് അസസ്മെന്റ് തന്നെയാണ് ഒരു ലേണിംഗ് എന്നുള്ള രീതിക്കാണ് വരുന്നത്. അതായത് ഒരാളെ വിലയിരുത്തുക, ഇപ്പൊ സെൽഫ് അസസ്മെന്റ് ആണ് അതിൽ മെയിൻ ആയിട്ട് വരിക. അസസ്മെന്റ് ആസ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ അസസ്മെന്റ് തന്നെയാണ് ഒരു ലേണിംഗ് എന്നുള്ള രീതിക്ക് വരുന്നത്. അപ്പൊ അസസ്മെന്റ് ആസ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽഫ് അസസ്മെന്റ് ഇല്ലേ, അത് എന്ത് ചെയ്യും, സ്റ്റുഡൻസിന് ഒന്നുകൂടെ റെസ്പോൺസിബിൾ ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യൂലേ. കാരണം അവർ തന്നെയാണ് അവർ വിലയിരുത്തുന്നത്. അപ്പം അവർക്ക് ഒന്നുകൂടെ റെസ്പോൺസിബിലിറ്റി കൂടൂലേ, കാരണം അവർ തന്നെ ചെയ്യുന്ന ഒരു പ്രോസസ്സ്, ആരും അവരുടെ മേൽ എന്ത് ചെയ്യുന്നില്ല, അടിച്ചേൽപ്പിക്കുന്നൊന്നുമില്ല. അവർ തന്നെ സെൽഫായിട്ട് ചെയ്യുന്ന പ്രോസസ്സ് ആയതുകൊണ്ട് അവരൊന്നുകൂടെ റെസ്പോൺസിബിൾ ആയിരിക്കും. അതുപോലെ തന്നെ പേഴ്സണൽ ഗോൾസിനെയും അതുപോലെ ഫർദർ ലേണിങ്ങിനെയും ഒക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും അല്ലെ. The students use assessment in learning to learn further and bring improvement upon it. Then the assessment become a learning അല്ലെ. അതായത് നമ്മളിപ്പോ എന്ത് ചെയ്തു, ഒരു നമ്മളെ തന്നെ അസസ് ചെയ്തു, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, എപ്പോഴാണ് അസസ്മെന്റ് ലേണിംഗ് ആവുന്നതെന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അതായത് ഞാൻ എന്ത് ചെയ്തു, അതിനെ സെൽഫ് അസസ് ചെയ്തു, എന്നിട്ട് ഞാൻ തന്നെ തീരുമാനിക്കുകയാണ് എനിക്ക് ആ ഒരു ടോപ്പിക്കിൽ അത്ര നോളജ് ഇല്ല, എനിക്ക് എന്ത് ചെയ്യണം, ഒന്നുകൂടെ അതിൽ ഇമ്പ്രൂവ് ആകണം, അപ്പൊ കുറച്ചുകൂടി നല്ല രീതിക്ക് അതിനെ പഠിക്കണം എന്നൊക്കെ ഞാൻ വിചാരിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യാൻ, ഞാൻ വീണ്ടും അത് ഒന്നല്ലെങ്കിൽ ടീച്ചറിനോട് ചോദിക്കാം, അല്ലെങ്കിൽ ഒപ്പമുള്ള സ്റ്റുഡൻസിനോട് ചോദിക്കാം, അങ്ങനെ വീണ്ടും അതിനെന്ത് ചെയ്യാണ്, ഇമ്പ്രൂവ്മെന്റ്സ് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അസസ്മെന്റ് വിലയിരുത്താന്നുള്ള ആ ഒരു പ്രോസസ്സ് എന്തായി തീർന്നു, പഠിക്കുക എന്നുള്ളൊരു പ്രോസസ്സ് ആയില്ലേ, അസസ്മെന്റ് ബിക്കം ലേണിംഗ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഈ അസസ്മെന്റ് ആസ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള റോള് ടീച്ചറിന് എന്താണ് മെയിൻ ആയിട്ട് വരുന്നത്. ടീച്ചറിന്റെ റോൾ നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് റോളൊന്നും ഇല്ല, ജസ്റ്റ് എന്താ, ഒരു ഗൈഡ് ആയിട്ട് സെർവ് ചെയ്താൽ മതി. അതായത് കുട്ടി മനസ്സിലാക്കി, കുട്ടി സെൽഫ് അസസ്മെന്റ് ചെയ്തു, കുട്ടി മനസ്സിലായി എവിടെയാണ് ലേണിംഗ് ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഉള്ള ഏരിയാസ് മനസ്സിലാക്കി, കുട്ടി പോകുമ്പോൾ എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ വരുമ്പോൾ അത് അങ്ങനെയില്ല, ഇങ്ങനെ ചെയ്താൽ ഒന്നുകൂടെ നല്ലതായിരിക്കും എന്നുള്ള രീതിക്ക് സ്റ്റുഡൻസിനെ ഒന്ന് ഗൈഡ് ചെയ്യാനുള്ള ഒരു റോളാണ് എന്ത് ചെയ്യുന്നത്, ടീച്ചർ വരുന്നത് അല്ലെ. സ്റ്റുഡൻസ് ലേൺ സെൽഫ് മോണിറ്ററിംഗ് ദെയർ വർക്ക് ആൻഡ് മേക്ക് നെസസറി അഡാപ്റ്റേഷൻ. കുട്ടികൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നതും അല്ലെങ്കിൽ മെത്തേഡ്സും കാര്യങ്ങളും ഏത് ടോപ്പിക്കാണ് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യുന്നത്. എന്തെങ്കിലും മിസ്റ്റേക്സ് വരുമ്പോൾ ഒന്ന് ഗൈഡ് ചെയ്യാന്നുള്ള ഒരു റോള് മാത്രമേ എന്തുള്ളൂ, അസസ്മെന്റ് ആസ് ലേണിംഗിൽ ടീച്ചേഴ്സിനുള്ളൂ. ഓക്കെ, അസസ്മെന്റ് ആസ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിലയിരുത്തൽ തന്നെ പഠനം എന്നൊക്കെ പറയാം അല്ലെ. അതായത് സെൽഫ് അസസ്മെന്റ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് നമുക്കൊന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത് അസസ്മെന്റ് ഫോർ ലേണിംഗ് ആണ്. അതായത് ഫോർ ലേണിങ്ങിന് വേണ്ടിയിട്ടുള്ള അസസ്മെന്റ് അല്ലെ. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, നമ്മള് ഫോർമേറ്റീവ് അസസ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അല്ലെ. അതായത് ലേണിംഗ് ഒന്നുകൂടി നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അസസ്മെന്റിന് യൂസ് ചെയ്യാം അല്ലെ. അസസ്മെന്റ് ഫോർ ലേണിംഗ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ഓഫ് സീക്കിംഗ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് എവിഡൻസ് ഫോർ യൂസ് ബൈ ലേണേഴ്സ് ആൻഡ് their teachers to decide where the learners are in their learning, where they need to go and how best to get there അല്ലെ. ഫോർമാറ്റീവ് അസസ്മെന്റ് നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ചെക്ക് ചെയ്യൂലേ, എന്തെങ്കിലും ലേണിംഗ് കാര്യങ്ങൾ ഡിഫിക്കൽട്ടീസ് ഉണ്ടോ, അല്ലെങ്കിൽ സ്റ്റുഡൻസ് നല്ല പോലെ മനസ്സിലാക്കിയിട്ടുണ്ടോ, ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും, ഡയഗ്നോസ് ചെയ്യും, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രോപ്പർ ആയിട്ടുള്ള രീതിക്ക് ഗൈഡ് ചെയ്യും അല്ലെ. ഇവിടെ സെൽഫ് അസസ്മെന്റ്, അപ്പൊ നമുക്ക് നോക്കും തോന്നൂല്ലേ, എന്താ അസസ്മെന്റ് ആസ് ലേണിംഗ് ഫോർ ലേണിംഗ് ഓൾമോസ്റ്റ് സിമിലർ തന്നെ അല്ലേ എന്ന് തോന്നും. പക്ഷെ എന്താ ഡിഫറൻസ്, അസസ്മെന്റ് ആസ് ലേണിംഗിൽ ടീച്ചറിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല, സ്റ്റുഡന്റ് തന്നെ എന്ത് ചെയ്യാണ്, സെൽഫായിട്ട് ലേൺ ചെയ്യാണ്, ടീച്ചറിന് എന്ത് ചെയ്താൽ മതി, ഒന്ന് ഗൈഡ് എന്നുള്ള രീതിക്ക് നിന്നാൽ മതി അല്ലെ. പക്ഷെ അസസ്മെന്റ് ഫോർ ലേണിംഗിൽ അതല്ല നടക്കുന്നത്. അസസ്മെന്റ് ഫോർ ലേണിംഗിൽ ടീച്ചറിന് അത്യാവശ്യം നല്ല റോൾ ഉണ്ട്. സ്റ്റുഡൻസ് സെൽഫ് ലേണിംഗ് എന്നല്ല നടക്കുന്നത്, ടീച്ചർ തന്നെ ഇരുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു മെത്തേഡിലാണ് വരുന്നത്. അസസ്മെന്റ് ഫോർ ലേണിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഇംപ്രൂവിംഗ് ആൻഡ് എൻഹാൻസിംഗ് സ്റ്റുഡൻസ് ലേണിംഗ്. Such an assessment is undertaken throughout the period of teaching, helping both students and the teacher to know progress and shortcomings in students' learning and providing continuous feedback. അതായത് ഈ ഒരു അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു റോൾ നമുക്ക് കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൽ ലേണേഴ്സിന് മാത്രമല്ല ടീച്ചേഴ്സിനും കൂടെ എന്തുണ്ട്,
അത്യാവശ്യം നല്ലൊരു എന്താ പറയാ, അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താ, ഒരു സ്റ്റുഡൻസ് കംപ്ലീറ്റ് ക്ലാസ്സിന് മനസ്സിലായിട്ടില്ലെങ്കിൽ ടീച്ചിങ് മെത്തേഡ്സുകൾ ചേഞ്ച് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ടീച്ചറിന് മനസ്സിലാവും. ടീച്ചറിന് എന്ത് ചെയ്യാൻ പറ്റും, ടീച്ചിങ് മെത്തേഡ്സുകളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുന്നതിലൂടെ ടീച്ചിങ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രോസസ്സിന് ഒന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പറ്റില്ലേ. സ്റ്റുഡൻസിന് പ്രോപ്പറായിട്ട് മനസ്സിലായിട്ടില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ടീച്ചർ എന്ത് ചെയ്യും, അവർക്ക് പ്രോപ്പറായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. സ്റ്റുഡൻസിന്റെ ലേണിങ്ങിലും എന്ത് ചെയ്യും, പ്രോഗ്രസും കാര്യങ്ങളൊക്കെ വരില്ലേ. അപ്പൊ അങ്ങനെ രണ്ട് ടീച്ചറിനും സ്റ്റുഡൻസിനും എന്ത് തന്നെയാണ്, ഹെൽപ്ഫുൾ ആണ് എന്നാണ് പറയുന്നത്. ദ എയിം ഓഫ് അസസ്മെന്റ് ഫോർ ലേണിംഗ് ഈസ് ടു ബ്രിങ് ഇംപ്രൂവ്മെന്റ് ഇൻ ദ പ്രസന്റ് ലേണിംഗ്. അപ്പൊ നടക്കുന്ന, ഓൺഗോയിങ് ആയിട്ട് നടക്കുന്ന, ഡ്യൂറിങ് ക്ലാസ് റൂമിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് അസസ്മെന്റ് ഫോർ ലേണിംഗ് അല്ലെ. അതായത് എന്താണ് മെയിനായിട്ട് എയിം ചെയ്യുന്നത് എന്താണ്, ഇംപ്രൂവ്മെന്റ്. ഇപ്പൊ പ്രസന്റ് ഉള്ള ലേണിങ്ങിന് ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരിക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, മെയിനായിട്ട് അവർ എയിം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്നുള്ള ഈ ഒരു സംഭവം നമുക്ക് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാം? കറന്റ്ലി എന്താണ് കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉള്ളത്, എങ്ങനെയാണ് അത് തിരുത്തുക, എന്തൊക്കെ പുതിയ മെത്തേഡ്സുകൾ അല്ലെങ്കിൽ പുതിയ ടൂൾസുകൾ നമുക്ക് യൂസ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് ഡയഗ്നോസ്റ്റിക്സും ആണ്, അതുപോലെ തന്നെ ഫോർമേറ്റീവ് അസസ്മെന്റും ആണെന്ന് പറയും. ഓക്കെ, ഇനി അസസ്മെന്റ് ഫോർ ലേണിംഗ് നമ്മൾ ടീച്ചേഴ്സിന്റെ റോൾ എന്തായിരിക്കും? നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് അല്ലെ. അസസ്മെന്റ് ഫോർ ലേണിംഗിൽ എന്താണ്, ടീച്ചേഴ്സിന് ഒരു അത്യാവശ്യം എൻ്റെ പീരീഡ് ഓഫ് ടീച്ചിങ്ങിൽ എന്തൊക്കെ നടന്നു, അതായത് എത്ര പാർട്ട് കുട്ടികൾക്ക് മനസ്സിലായി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താ ചെക്ക് ചെയ്യുക എന്നുള്ള ഒരു റോള് ടീച്ചറിന് വരുന്നുണ്ട് അല്ലെ. അതായത് സ്റ്റുഡൻസ് ആയിട്ടുള്ള പ്രോപ്പർ ഇന്ററാക്ഷൻ എന്നുള്ള രീതിക്ക് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും പെർട്ടിക്കുലർ ആയിട്ട് ലേണിംഗ് ഡിസബിലിറ്റീസ് ഉണ്ടോ, അതായത് എന്തെങ്കിലും ലേണിംഗ് നീഡ്സ് ഉണ്ടോ എന്നുള്ളതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇത് ഹെൽപ്പ് ചെയ്യൂലേ. അതായത് ഒരു ടോപ്പിക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കും, ആ ടോപ്പിക് കുട്ടികൾക്ക് മനസ്സിലായില്ലെങ്കിൽ മേ ബി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ആ ടോപ്പിക്കായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും മോഡൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പെരിമെന്റ് ഒക്കെ കണ്ടക്ട് ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പെർട്ടിക്കുലർ ലേണിംഗ് നീഡ്സ് ഒക്കെ ടീച്ചേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അസസ്മെന്റ് ഫോർ ലേണിംഗ് ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. സെലക്ടിങ് ആൻഡ് അഡോപ്റ്റിംഗ് മെറ്റീരിയൽ ആൻഡ് റിസോഴ്സസ് ദാറ്റ് help to improve students' learning. Okay, developing differentiated teaching strategies and developing and learning opportunity for helping backward students in the learning. അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് പറഞ്ഞ പോലെ തന്നെ മോഡൽസ് യൂസ് ചെയ്യുക, എക്സ്പെരിമെന്റ് യൂസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ എന്താണ്, ബാക്ക്വേർഡ് ആയിട്ട് കിടക്കുന്ന സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ലേണിങ്ങിന് താല്പര്യം ഇല്ലാതെ നിൽക്കുന്ന സ്റ്റുഡൻസിനെ ഒക്കെ ഒന്നുകൂടെ എന്ത് ചെയ്യണം, ലേണിംഗ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്രോസസ്സിലോട്ട് കൊണ്ടുവരാൻ ഒന്നുകൂടെ ഹെൽപ്പ് ചെയ്യുന്നതാണല്ലേ. അപ്പൊ അങ്ങനെയുള്ള സ്ട്രാറ്റജീസ് എന്തെങ്കിലും യൂസ് ചെയ്യണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അസസ്മെന്റ് ഫോർ ലേണിംഗ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അസസ്മെന്റ് ഫോർ ലേണിംഗ് ഫോർമേറ്റീവ് ലേണിംഗ് ആണെന്ന് പറഞ്ഞില്ലേ. അതായത് ഡ്യൂറിംഗ് ക്ലാസ് റൂം ഇൻസ്ട്രക്ഷനിൽ നടക്കുന്ന, അതായത് ആ ക്ലാസ് റൂമിൽ നടക്കുന്ന ഒരു സംഭവമാണെന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, പ്രോപ്പറായിട്ട് നമുക്ക് ആളെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂലേ. അതായത് നമ്മളൊരു കൊല്ലം വീണ്ടും കഴിഞ്ഞിട്ട്, അതായത് ഒരു ആനുവൽ എക്സാം കഴിഞ്ഞിട്ട് നീ ഈ ഒരു ഇയർ പഠിച്ചപ്പോ നീ കുറച്ചുകൂടി പ്രോബ്ലം ചെയ്ത് പഠിക്കണമായിരുന്നു, എന്നാലേ നിനക്ക് മാർക്ക് കിട്ടുള്ളൂ എന്ന് പറയുമ്പോ എന്താ, ആ ഒരു ഇയർ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മളത് പറയുന്നത് അല്ലേ. അപ്പൊ അതിൽ ഇനിയൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഇനിയൊരു ഇതില്ല. പക്ഷെ നമ്മളൊരു ക്ലാസ് റൂമിൽ ഒരു കുട്ടി ഒരു പ്രോബ്ലം ചെയ്ത ആൾക്ക് കിട്ടിയില്ല, അപ്പൊ നമ്മൾ അപ്പൊ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് കൊടുക്കുകയാണ്, ഈ ഒരു ടോപ്പിക്ക് നിനക്ക് കുറച്ച് ടഫാണ്, അപ്പൊ നീ എന്ത് ചെയ്യണം, കുറച്ച് അധികം പ്രോബ്ലംസ് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അതെന്താണ്, ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു ഫീഡ്ബാക്ക് ആണല്ലേ. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അവരുടെ ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സിനെ നല്ല രീതിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഈ അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു റോളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, പ്രൊവൈഡിങ് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് ആൻഡ് ഡയറക്ഷൻസ് ടു സ്റ്റുഡൻസ് ടു ഇംപ്രൂവ് ദെയർ ലേണിംഗ്. ഓക്കെ, അപ്പൊ ഓരോ സ്റ്റുഡൻസിനും സ്യൂട്ട് ചെയ്യുന്ന രീതിക്കുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനും ഈ അസസ്മെന്റ് ഫോർ ലേണിംഗിലൂടെ നമുക്ക് സാധിക്കുന്നതാണ് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് അസസ്മെന്റ് ഓഫ് ലേണിംഗ്. അസസ്മെന്റ് ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ പഠനത്തെ വിലയിരുത്താൻ വേണ്ടിയിട്ട് പറ്റൂല. അതായത് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രോസസ്സിനെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസസ്മെന്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നാ പറഞ്ഞത്. അതായത് അസസ്മെന്റ് ഓഫ് ലേണിംഗ് ഈസ് ദ യൂസ് ഓഫ് ടാസ്ക്
or an activity to measure, record and report on students' levels of achievement with respect to specific learning expectation. അല്ലെ നമ്മൾ പറഞ്ഞു അസസ്മെന്റ് ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ സമ്മേറ്റീവ് ഇവാലുവേഷൻ പോലെയാണല്ലേ. അതായത് ഒരു ആനുവൽ എക്സാം കഴിഞ്ഞതിന് ശേഷം ആൾക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആളെ വിലയിരുത്താൻ വേണ്ടിയിട്ട് എത്രത്തോളം ആള് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഇയർ പഠിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അസസ്മെന്റിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, it is usually held at a definite point during a course of study, say at the end of a unit, term or semester, to collect evidences how far the instructional objectives are achieved in terms of students' learning or achievements. ഞാനിപ്പോ ഇങ്ങനെ ആനുവൽ എക്സാം എന്ന് എക്സാമ്പിൾ പറയുമ്പോൾ മാത്രമാണെന്ന് വിചാരിക്കരുത് കേട്ടോ. അപ്പൊ നമ്മളൊരു സെമസ്റ്റർ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഒരു സെമ്മിന്റെ എൻഡിൽ നമ്മളൊരു യൂണിറ്റ് പഠിപ്പിച്ചിട്ട് അതിന്റെ അസസ്മെന്റ് ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ആ യൂണിറ്റിന്റെ എൻഡിൽ, ഓക്കെ, ആ യൂണിറ്റ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ല, ആ യൂണിറ്റിന്റെ എൻഡിൽ നമ്മൾ അസസ് ചെയ്യുന്നതിനെയാണ് അസസ്മെന്റ് ഓഫ് ലേണിംഗ് വരുന്നത് കേട്ടോ. സച്ച് ആൻ അസസ്മെന്റ് ആർ യൂസ്ഡ് ടു റാങ്ക് ഓർ ഗ്രേഡ് സ്റ്റുഡൻസ്. ഇങ്ങനെയുള്ള അസസ്മെന്റുകൾ മെയിൻ ആയിട്ട് സ്റ്റുഡൻസിനെ ഇംപ്രൂവ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലൊന്നല്ല, ഇംപ്രൂവ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ അങ്ങനെ അസസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഡ്യൂറിംഗ് ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഡ്യൂറിംഗ് ദ ടൈം കൊടുക്കണമായിരുന്നു അല്ലെ. ഇത് നമ്മൾ എൻഡിലാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അസസ്മെന്റ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, റാങ്ക് ചെയ്യുക അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഗ്രേഡ് കുട്ടികൾക്ക് അസൈൻ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക കേട്ടോ. അസസ്മെന്റ് ഓഫ് സ്റ്റുഡൻസ് ലേണിംഗ് അച്ചീവ്മെന്റ് ഹെൽപ്പ് ഇൻ ഡിസൈഡിങ് ഹു ആർ ആൾ ടു ബി പ്രൊമോട്ടഡ് ടു ദ നെക്സ്റ്റ് ഹയർ ക്ലാസ് ഓർ പെർമിറ്റഡ് ടു ഗോ ടു ദ നെക്സ്റ്റ് കണ്ടന്റ് യൂണിറ്റ് അല്ലെ. അപ്പൊ നമ്മളൊരു ആനുവൽ എക്സാം ഒക്കെയാണ് കൺസിഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൽ തോറ്റിട്ടുള്ള ആളുകൾ, അതിൽ ഫെയിൽ ആയിട്ടുള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യില്ല, നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് എൻട്രി ചെയ്യിപ്പിക്കൂല അല്ലെ. അല്ലെങ്കിൽ ഒരു കണ്ടന്റ് പാർട്ട് തന്നെ പ്രോപ്പർ ആയിട്ട് പഠിക്കാത്ത ആളുകളെ നമ്മൾ അടുത്ത കണ്ടന്റ് പാർട്ട് എടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു റീടെസ്റ്റ് നടത്തിയേ അല്ലെങ്കിൽ അവർക്ക് ഒന്നുകൂടി പഠിപ്പിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യും അല്ലെ. അപ്പോൾ അസസ്മെന്റ് ഓഫ് സ്റ്റുഡൻസ് ലേണിംഗ് അച്ചീവ്മെന്റ് ഹെൽപ്പ് ഇൻ ഡിസൈഡിങ് ഹു ആർ ആൾ ടു ബി പ്രൊമോട്ടഡ് ടു ദ നെക്സ്റ്റ് ഹയർ ക്ലാസ് ഓർ പെർമിറ്റഡ് ടു ഗോ ടു ദ നെക്സ്റ്റ് കണ്ടന്റ് യൂണിറ്റ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരൊക്കെയാണ് അടുത്ത ലെവലിലോട്ട് പോകാൻ ആപ്റ്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് അടുത്ത ലെവലിലോട്ട് പോകാൻ ഓക്കെ ആയിട്ടുള്ളത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും അസസ്മെന്റ് ഓഫ് ലേണിംഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ടീച്ചേഴ്സ് റോൾ ഇൻ അസസ്മെന്റ് ഓഫ് ലേണിംഗ് ആണ്. എന്തായിരിക്കും, ഇങ്ങനെ ഒരു ഗ്രേഡ് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് നമ്മൾ അസസ്മെന്റ് ഓഫ് ലേണിംഗിൽ നമ്മൾ പറഞ്ഞില്ല ഒരു സമ്മേറ്റീവ് അസസ്മെന്റിന്റെ പോലെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, ഒരു ഗ്രേഡ് സിസ്റ്റം ഒക്കെ ഉണ്ടായിരിക്കും. അതായത് ഒരു ഗ്രേഡ് ഒക്കെ നമ്മൾ ഓൾറെഡി അസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ മാർക്ക് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, നമുക്ക് പേരൻസുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. ഇത്രയും ഈ ഒരു യൂണിറ്റ് പഠിപ്പിച്ചതിൽ മോന് ഇത്ര മാർക്കാണ് കിട്ടിയിട്ടുള്ളത്, മോന് ഇത്ര അച്ചീവ്മെന്റ്സ് ആണ് കിട്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, പേരൻസിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അത് റിപ്പോർട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെ. ഓക്കെ, പിന്നെന്താ, അസസിങ് സ്റ്റുഡൻസ് ലേണിംഗ് അച്ചീവ്മെന്റ് ഇൻ റിലേഷൻ ടു ദ എക്സ്പെക്റ്റഡ് ലേണിംഗ് ഔട്ട്കം അല്ലെ. അതായത് നമുക്ക് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാല്ലേ. അതായത് ഒരു ക്ലാസ്സിൽ സ്റ്റുഡൻസ് അച്ചീവ് ചെയ്യേണ്ട ഒരു മാർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടായിരിക്കില്ല. അതുമായിട്ട് നമുക്ക് സ്റ്റാൻഡേർഡുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം, എത്രയാണ് അച്ചീവ് ചെയ്തിട്ടുള്ളത്, ഇനി എത്രത്തോളമാണ് എന്ത് ചെയ്യണം, നന്നായി പഠിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, കമ്പയർ ചെയ്തിട്ട് നമുക്ക് അതിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂലെ. മേക്കിംഗ് യൂസ് ഓഫ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് ടെസ്റ്റ് ഐറ്റം like fill up blanks, true or false and multiple choice matching boards and techniques in the assessment of students അല്ലെ. ഈ ഒരു അസസ്മെന്റ് നടത്തണമെങ്കിൽ നമ്മൾ ഒരു എൻഡിൽ നടത്തുന്ന സംഭവം ആയതുകൊണ്ട് തന്നെ അതിന് എന്തെങ്കിലും ഒരു മെത്തേഡ്സ് വേണം അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടെക്നിക്സ് വേണം അല്ലെ. അതായത് നമ്മൾ ഒന്നല്ലെങ്കിൽ എക്സാംസ് നടത്തണം, അല്ലെങ്കിൽ എന്തായിരിക്കണം, ഫില്ലിംഗ് ദ ബ്ലാങ്ക് ടൈപ്പ് ക്വസ്റ്റ്യൻ, എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് പേപ്പർ നമ്മുടെ കയ്യിൽ വേണം അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ഐറ്റംസ് വേണം അല്ലെ. എന്ത് അസസ്മെന്റ് ഓഫ് ലേണിംഗ് നടത്തണമെങ്കിൽ, അതായത് ഒരു കംപ്ലീറ്റ് യൂണിറ്റ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടി പഠിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു യൂണിറ്റിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യണം. അത് മേ ബി നമുക്ക് എന്ത് ചെയ്യാം, ട്രൂ ഓർ ഫാൾസ് എന്നുള്ള രീതിക്ക് കുട്ടിനോട് ചോദിക്കാം, അല്ലെങ്കിൽ ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ് എന്നുള്ള രീതിക്ക് ചോദിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ചെറിയ എസ് എഴുതാൻ വേണ്ടിയിട്ട് പറയാം, അല്ലെങ്കിൽ നമുക്ക് ഓറൽ ടെസ്റ്റില് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ കുട്ടി പറയുന്നുണ്ടോ എന്ന് നോക്കാം അല്ലെ, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ, അങ്ങനെയുള്ള മെത്തേഡ്സും ടെക്നിക്സും അല്ലെങ്കിൽ ടെസ്റ്റ് ഐറ്റംസും ടെക്നിക്സും ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് ചെയ്യാന്നാണ് പറയുന്നത് കേട്ടോ. ഇന്റർപ്രറ്റിംഗ് ആൻഡ് ഗ്രേഡിംഗ് സ്റ്റുഡൻസ് ലേണിംഗ് അച്ചീവ്മെന്റ് ഇൻ റിലേഷൻ ടു ദ അക്സെപ്റ്റബിൾ ലെവൽ ഓഫ് ലേണിംഗ് അച്ചീവ്മെന്റ് അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം, എന്നിട്ട് കുട്ടിക്ക് കിട്ടിയിട്ടുള്ള ലേണിംഗിന്റെ കിട്ടിയിട്ടുള്ള ഗ്രേഡും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ ഡിറ്റർമിൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് അല്ലെ, അത് വെച്ചിട്ട് കമ്പയർ ചെയ്യുകയൊക്കെ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം,
അത് കുറച്ചുകൂടെ ട്രാൻസ്പെറന്റ് ആയിരിക്കും അല്ലേ? കാരണം ഒരു സ്റ്റുഡൻസിന് ഇത്ര മാർക്ക് മുതൽ ഇത്ര മാർക്ക് വരെ സ്കോർ ചെയ്താൽ നമ്മൾ ഈ ഒരു ഗ്രേഡ് കൊടുക്കും. അല്ലെങ്കിൽ വേറെ സ്റ്റുഡൻസിന് 10 to 20 മാർക്സ് സ്കോർ ചെയ്താൽ ഒരു മെയിലാണെങ്കിൽ ആൾക്ക് എ കൊടുക്കാം, ബാക്കിയുള്ള കുട്ടികൾക്ക് ബി കൊടുക്കാം. അങ്ങനെ ഒരു ലെവലല്ലല്ലോ, ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെ? എല്ലാ സ്റ്റുഡൻസും നമ്മൾ ആ ഒരു നമ്മൾ കീപ്പ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പൊ എന്താണ്, ഒരു ഒന്നുകൂടെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണെന്ന് നമുക്ക് പറയാം അല്ലെ? ബി റെഡി വിത്ത് സ്ട്രാറ്റജീസ് ഫോർ റെസൊല്യൂഷൻ ഇൻ ദ ഇവന്റ് ഓഫ് ഡിസ്അഗ്രിമെന്റ് റിഗാർഡിംഗ് സ്റ്റുഡൻസ് ലേണിംഗ് അച്ചീവ്മെന്റ് അല്ലെ? അപ്പൊ എന്തെങ്കിലും ഒരു എന്താ പറയാ, ഈ ഒരു പ്രോസസ്സ് നടന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്പീൽ ചെയ്യുകയൊക്കെ ചെയ്യാം അല്ലെ? അതായത് ഗ്രേഡ് സിസ്റ്റത്തിൽ എന്തെങ്കിലും ചേഞ്ച്, അതായത് ഗ്രേഡ് സിസ്റ്റം എന്തെങ്കിലും മാർക്ക് എന്തെങ്കിലും ഗ്രേഡ് കൊടുത്തപ്പോൾ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എന്ത് ചെയ്യുക, സ്റ്റുഡൻസിന് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ പേരൻസിന് എന്തുകൊണ്ട് എന്ത് ചെയ്യുക, അപ്പീൽ ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യാം അല്ലെ? ഒന്നുകൂടി ട്രാൻസ്പെറന്റ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അസസ്മെന്റ് ഓഫ് ലേണിംഗിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ നമ്മൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചിട്ടുള്ളത് നമ്മൾ എന്താണ് അസസ്മെന്റ്, എന്താണ് മെഷർമെന്റ്, എന്താണ് ഇവാലുവേഷൻ എന്നുള്ളതൊക്കെ പഠിച്ചു. അസസ്മെന്റിന്റെ 2 ടൈപ്സ് ഉണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞില്ലേ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. അസസ്മെന്റിന്റെ ഡെഫിനിഷൻ, ഇവാലുവേഷന്റെ ഡെഫിനിഷൻസ്, പിന്നെ റോൾ ഓഫ് അസസ്മെന്റ് ഇൻ ലേണിംഗ് എന്നുള്ള ഒരു പാർട്ടും കൂടെ പഠിച്ചില്ലേ. അസസ്മെന്റിന് എന്തുണ്ട്, ഈ 3 റോൾസ് ആണ് അസസ്മെന്റ് കാണിക്കുന്നത്. അസസ്മെന്റ് ആസ് ലേണിംഗ്, അസസ്മെന്റ് ഫോർ ലേണിംഗ്, അസസ്മെന്റ് ഓഫ് ലേണിംഗ് അല്ലെ? അപ്പൊ അതിലൊക്കെ ടീച്ചേഴ്സിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതും കൂടെ നമ്മൾ പഠിച്ചു അല്ലെ? ഇത്രയും കാര്യങ്ങളാണ് ഇത് നമ്മൾ നോക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം കേട്ടോ.